അതെ, ആണ്ടവൻ. സാക്ഷാൽ സത്യത്തിന് കയ്യും കാലും മുളച്ച് ഈ ഭൂമിയിൽ ജനിച്ച ഒരേ ഒരു കള്ളൻ, അവനാണ് ആണ്ടവൻ. ഞങ്ങൾ മുഴുവൻ ചേരിക്കാർക്കും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദൈവം ഭൂമിയിലുണ്ടെങ്കിൽ ആ ദൈവമാണ് ആണ്ടവൻ. പക്ഷേടല്ലോ, ചില സമയത്ത് ശരിക്കൊരു കൊമ്പനാണവൻ. കൊല വിളിച്ച് കൊമ്പും കുലുക്കി പാഞ്ഞു വരുന്ന കാട്ടുകൊമ്പൻ. അവന്റെ മതം പൊട്ടൽ എത്ര തവണ കണ്ടിട്ടുള്ളവനാ ഞാൻ. ആലായാൽ തറ വേണം, പാടമായാൽ ഇടി വേണം, ഇടിക്കാനായി 3-4 ഗുണ്ടോളും വേണം. കലക്കി കലക്കി. ആ ചെറ്റ പണിക്കർക്ക് വേണ്ടി നിങ്ങൾ ഏറ്റെടുത്തുള്ള കൊട്ടേഷൻ വൃത്തിയായിട്ട് ചെയ്തു. സാക്ഷാൽ ആണ്ടവൻ ഇങ്ങനെ നെറുകന്തലിൽ ചാപ്പ കൊത്തി ഓരോരുത്തരെ പറഞ്ഞയക്കുമ്പോ അവരവര് ചെയ്യേണ്ട പണിയും പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ പണി നിങ്ങൾ കലക്കി സമ്മതിച്ചു. അപ്പൊ പിന്നെ എന്റെ പണി എനിക്ക് അങ്ങോട്ട് തുടങ്ങാലോ. അതിലാർക്കും എതിർപ്പൊന്നുമില്ലല്ലോ. കണ്ട ലീഡർ സാറ് പറഞ്ഞ പോലെ പുറകീന്ന് കുത്തരുത്. കുത്തിയാ മക്കളെ പാട്ടുപെടും, പെട്ടാ പാട്ടുപെടും. ആയൻകുട്ടിയെ, നമ്മുടെ പണി അങ്ങോട്ട് മുഴങ്ങട്ടാ. ഒരുമാതിരി ജ്വല്ലറി കടക്കാരുടെ പരസ്യം പോലെ ആണ്ടവന്റെ കാര്യം. പണിക്കുറവുമില്ല, പണിക്കൂലുമില്ല. ഈ വക പണിക്കിട്ട് കുറവുമില്ല,
അതിനിട്ട് 5 പൈസയുടെ കൂലിയും ഇല്ല. വെറുതെ ഇരിക്കുമ്പോ മേലനങ്ങാൻ നടത്തുന്ന കസർത്ത് പണിയല്ല, ആണ്ടവനാ തല്ലി. അതൊരു സ്റ്റോറിയാ. ആണ്ടവനും പണിക്കരും തമ്മിൽ നടന്ന ഒരു പെടപെടപ്പൻ പോരിന്റെ സ്റ്റോറി. ആ കഥയിൽ ആണ്ടവൻ കള്ളനാ, പണിക്കരെ കട്ടുമുടിച്ച കള്ളൻ. അത് ശരി, പുലരാൻ നേരത്ത് പോയാൽ മതി, ഇത് ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ വലിയ തിരക്ക് അഭിനയിച്ചിട്ട് എനിക്കറിയാം പോവാൻ ഒട്ടും മനസ്സ് വരുന്നില്ല. ശരിയാ, അങ്ങനെ വെറുതെ പോവാൻ ആണ്ടവേട്ടന് മനസ്സ് തോന്നണില്ല. ഇതിന്റെ ഉള്ളിൽ ഉണക്കമുന്തിരി നിറച്ചു വെച്ചേക്കല്ല. ഇവിടെ കിടന്ന് അലറി വിളിച്ചാലും ഞാൻ 2-3 വെടി പൊട്ടിച്ചാലും പുറമുള്ളവരാരും അറിയാൻ പോണില്ല. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ പണിക്കരേട്ടന്റെ ഒരു സൂക്കേസ് ഉണ്ടായില്ലേ, അതേവിടെ വെച്ചേക്കണേ? സീരിയല് തുടങ്ങി. ഇതാണ് ഈ പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പം. ഇനി ഞാൻ ആ മുടി അങ്ങോട്ട് തെറ്റിപ്പിടിച്ച് ചുമരിലടിച്ച് നെറ്റി പൊട്ടി ചോര ഒലിക്കുമ്പോ പറയും, എന്തൊരു മനപ്പൊരുത്തം, എന്തൊരു മനപ്പൊരുത്തം. ഡോണ്ട് വേ. പണിക്കരുടെ കീപ്പിംഗ് തിരക്കേടില്ലല്ലോ ഉണ്ടത്തി ചേച്ചിയെ. ഈ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കീപ്പ് ചെയ്യണം, സേഫായിട്ട്, ആരും കാണാതെ. തുറക്കല്ലേ? അങ്ങേര് ജ്വല്ലറിൽ കീപ്പ് ചെയ്തിരുന്ന ഇച്ചിക്കോളം സ്വർണ്ണം ഞാൻ കഴിഞ്ഞ മാസം അടിച്ചു മാറ്റി. അതുകൊണ്ട് എന്തായി? 2 പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം അന്തസ്സായിട്ട് നടത്താൻ പറ്റി. മുടുക്കൻ അച്ചടക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം. ടെൻഷൻ അടിക്കണ്ട, ഇതൊരു നല്ല കാര്യത്തിന് കൊണ്ടുപോണ പൈസയാ. ആശുപത്രിയിൽ നിന്ന് ബോർഡ് എഴുതി വെച്ചിട്ടേ പണിക്കര് കെട്ടിപ്പോക്കിയ വലിയൊരു ബ്ലേഡ് കമ്പനിയില്ലേ, അവിടെ ഒരു കുട്ടി ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കണുണ്ടേ. ബില്ല് കണ്ടപ്പോ ദേ കിടക്കണ കുട്ടിയുടെ അച്ഛൻ ബോധം കെട്ട്. അവാർഡ് കിട്ടാണ്ടൊന്നല്ല, വാർഡിലെ ബില്ലടക്കണ്ടേ. പാവങ്ങളാ, അവറ്റകളപ്പ എങ്ങനെ ഞെക്കി പിഴിഞ്ഞാലും ആ ബില്ലടയ്ക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? പണിക്കർ ഈ പെട്ടിയിലിരിക്കുന്ന കാശെടുത്ത് അവിടുത്തെ പെട്ടിയിലിട്ടാൽ അവറ്റകൾക്ക് ആശുപത്രിയിൽ നിന്നും വരാം. ഈ ബ്ലാക്ക് ഇത്തിരി വൈറ്റ് ആവും, സർക്കാരിന് ആ വകയിൽ നികുതിയും കിട്ടും. എന്തേ മറന്നു നന്നായി. ഇപ്പോഴൊരു കാര്യം ആലോചിച്ചേ, ഉണ്ടത്തി ചേച്ചി ഇപ്പൊ പണിക്കർക്ക് വേണ്ടി മാത്രം ചെയ്യണ ആ പണിയില്ലേ, അത് നാട്ടുകാർക്ക് മുഴുവൻ വേണ്ടി ചെയ്യണ ഒരാള് ഞങ്ങളുടെ ചേരിയിലുണ്ട്. സർവീസു വലിയ യൂണിയൻ അവരുടെ. എന്താ നോക്കണ ഒരു മെമ്പർഷിപ്പ്? ആലോചിച്ചിട്ട് മതി. പോട്ടാ സിഐഡി മൂസ. ആശുപത്രി കൊടുത്തത് പോട്ടെ, ബാക്കി ഉണ്ടായിരുന്നില്ല ഇമ്മിണി കാശി. അത് പൊതിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയതിനാ അഹങ്കാരം, അല്ലാതെന്താ? കള്ളപ്പണം മോഷ്ടിക്കാം, ചെലവാക്കാൻ പാടില്ല അല്ലേ? ഏതായാലും കള്ളനെന്ന് പേരുണ്ട്, എന്നാ പിന്നെ സ്ഥിരം ദൂരേക്ക് ജീവിച്ചൂടെ? ഈ പണിക്കരുടെ മാത്രം കക്കൂന്ന് എന്തിനത്ര വാശി പിടിക്കണേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്താ മിണ്ടാത്തെ? നിന്റെ കൊരവള്ളി പൊട്ടിയാ? ആണ്ടവൻ കക്കണേൽ ഒരു കാമ്പുണ്ട് മോനെ. സമ്പാദിച്ചു കൂട്ടാനാണെങ്കിൽ പണി വേറെ ഉണ്ടല്ലോ. പിന്നെ നീ കക്കണത് നാട് നന്നാക്കാനാണല്ലോ. എന്റെ ആണ്ടവാ, എല്ലു മുറിയെ കട്ട പല്ലു മുറിയെ പിന്നെ നീ കേട്ടിട്ടില്ലേ? ഒക്കുന്ന കാലത്ത് കാപത്ത് കട്ട, ആപത്ത് കാലത്ത് പോലീസ് പൊക്കും, പോലീസ് പൊക്കും, പോലീസ് പൊക്കും. ആണ്ടവാ നിന്ന പോലീസ് പോലീസ് പൊക്കും. അല്ല സാറേ, ഇന്ന് ഞായറാഴ്ചയായിട്ട് പോലീസ് സ്റ്റേഷൻ ഒഴിവൊന്നുമില്ലേ? നീയൊക്കെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും ഒരു ദിവസവും പോലീസിനെ വല്ല കുടുങ്ങും. സാറ് അനാവശ്യം പറയരുത്, ഞാൻ അവനെ കണ്ട് ഒരുപാട് നാളായി. ആരാണ്? ഓ, സാറിന് എന്താ അറിയാത്ത പോലെ. ഏതായാലും അധികം നാൾ അവൻ ഒളിച്ചിരിക്കാൻ പറ്റുന്ന തോന്നുന്നില്ല. പോലീസുകാരുടെ അവന്റെ കളി. എന്റെ സർവീസ് ഇന്നത്തോടെ തീർന്നു. പക്ഷെ ഇനി വരാൻ പോണ ആളുണ്ടല്ലോ, അത്ര പെട്ടെന്ന് കബളിപ്പിക്കാന്ന് വിചാരിക്കണ്ട കേട്ടോടാ. അവനെങ്ങാൻ ആ ചേരിയിൽ വന്നു പോകുന്നുണ്ടെന്ന് അറിഞ്ഞ ഒറ്റ എണ്ണത്തിന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. മനസ്സിലായോ? ആ എന്നാ പോ. ജീപ്പെടുക്കണോ? ഇപ്പോ ഇവിടെ വന്ന് ഓസി നിന്ന് ഭീഷണിപ്പെടുത്തി പോയുള്ള ഏമാമാര് ടൗൺ ക്ലീൻ ആക്കാൻ പോവാണത്രേ.
ഇനി അധികകാലം കച്ചവടം ചെയ്യാൻ പാടില്ലെന്ന്. പിച്ചക്കാരും തട്ടുകടക്കാരും ഒഴിവാക്കിയ നഗരം നന്നാവുന്ന സർക്കാർ പറഞ്ഞത്. ഒഴിപ്പിക്കാൻ പറ്റുമപ്പാ, നമുക്ക് നോക്കാം. നീ ചുമ്മാതിരി. നാളെ പുതിയ SI ചാർജ് എടുക്കല്ലേ, മിനിമം 4 ദിവസം നമ്മുടെ കച്ചവടം സ്വാഹ. ഹ, പുതിയ SI ചാർജ് എടുക്കുമ്പോ ആള് കരുത്തനാണെന്ന് അറിയിക്കാൻ നാട്ടിലെ ഓട്ടർഷക്കാരോടും തട്ടുകടക്കാരുടെ അടുത്തല്ലേ കാണിക്കാൻ പറ്റൂ. എന്നാലല്ലേ അതിനൊരു പബ്ലിസിറ്റി കിട്ടുള്ളൂ. ഒന്ന് നിന്നോടത്തേക്ക് പപ്പ ഒരു കുഴപ്പമില്ല. ഓട്ടറ കൊണ്ടുപോയ നായിന്റെ മോൻ ഇനി അവന്റെ പൊടി കിട്ടില്ല. 2 ദിവസമായിട്ടുള്ള കാണാൻ തുടങ്ങിയിട്ട് കണ്ണ് തെറ്റി അപ്പ കക്കും. എന്റെ അല്ലാ, 100 രൂപ ബീഫും പോകട്ടെയാ പക എടുത്തിട്ട് പോയത്. ഒന്ന് പോട്ടെ മൈനെ. എന്ത് പോട്ടേന്ന്? ഒരു പൊതി കൂടി എടുത്തേ. പണ്ടറും വാരി വെച്ച് തിന്നത് അവനെ ഇന്ന് ഞാൻ. എന്തിനാ കരയണേ? മോൻ കരയണ്ട കേട്ടോ. മോൻ ആരും ചീത്ത പറയണ്ട. ഓ, ഒക്കത്തെടുത്ത് വെച്ചിട്ട് കുപ്പിപ്പാലിയായിട്ട് അവിടെ തൊള്ളയിലേക്ക്. മോന്റെ വീട് എവിടെയാ? കുരുത്തക്കേന്റെ കൂടപ്രഭാണ്ടത്. മോന്റെ അച്ഛനോ? അച്ഛൻ ഇല്ല, അമ്മ? അമ്മ എന്നെ ഇട്ടിട്ട് പോയി. അത് ശരി, അത്ര കുരുത്തുള്ള വിത്താവും. വേണ്ടവാ, ഇപ്പൊ തന്നെ നീ അവിടെ 3-4 കൊണ്ടിട്ടുണ്ട്. പോരാണ്ട ഈ കുരിശി നീ വിട്ടേ. സാറില്ല കേട്ടോ. അപ്പൊ എന്റെ ബസ് 5ാമത് പെറ്റൂന്ന് അർത്ഥം. നീ വണ്ടി തള്ളു. सब है बता, देख मुझे सब है बता. ഈ ഒടുക്കത്തെ കുടി വലി നിർത്താണ്ട് നിങ്ങൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ല, അത് ഉറപ്പാ. എടി പാൽക്കട കുടിക്കണേ സങ്കടം കൊണ്ടാ. ഇത് കണ്ട ഇടനെഞ്ച് കിടന്ന് പൊട്ടയാണ്, എനിക്കറിയാമോ? എന്റെ ഗൽബിൽ നീയാണ്, എന്റെ ഗൽബിൽ നീയാണ്. തുടങ്ങിയല്ലേ നിന്റെ വാങ്ങുകളെ? എടാ എനിക്കറിയാടാ, നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇപ്പോഴും എന്റെ ഭാര്യ തന്നെയാണെന്ന്. വെറുതെ ചവിട്ട് ഞാൻ. എടാ എടുത്തോണ്ട് പോണ ഈ സാധനത്തിനാ. എടാ എനിക്ക് വേണ്ട ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ. ഞാനൊരു പുതിയ ബാക്ക് എഞ്ചിൻ ഓട്ടോറിക്ഷ വാങ്ങിച്ച് ആദ്യം പുതിയ ഓടിച്ച് പഠിച്ചോളാടാ. ഒന്ന് പോന്റെ ഭാസ്കര. എനിക്കറിയാതെ നിനക്ക് സൈക്കിളില്ല. നീ എന്താ പറഞ്ഞത്? ഞാൻ തൊണ്ടാ നീ കറുത്തു പോകുന്നല്ലേ? എടി ഞാൻ ആരുടെയൊക്കെ മോനെന്ന് വണ്ടി വിടുമായിട്ടേ. നിനക്കത് പറയാം. സ്വന്തം കാമുകി മറ്റൊരുത്തിന്റെ ഭാര്യയായിട്ട് അയലോക്കത്ത് കഴിയുമ്പോഴുള്ള വേദന നിനക്കറിയില്ല. ഭാസ്കരനോടാ നിന്റെ കളി. ഒരുപാട് നടക്കും. എവിടെ കഞ്ഞിനെവിടെ? ഇതെന്താ പാടി തീർന്നില്ലേ? എന്നാ പതിവ് തെറ്റിക്കണ്ട, വലിക്കാനുള്ളത്. പോയി കിടന്നുറങ്ങ്. ആ ഫൈഡർമാനെ, ഇനി മുതൽ ഇതാണ് നിന്റെ വീട്. അവിടെ പുറത്തെ 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 പതുക്കെ. പതിവ് ഫോട്ടോ വന്നിട്ടുണ്ട്. ഒന്ന് ബഹളം വെക്കാതിരിക്കണ്ടോ? തിന്നണ സാധനത്തിന് മണം കിട്ടിയാ മതി. കുഴിച്ചിട്ടോടുന്ന എന്നിട്ട് വരും പഞ്ചാരങ്ങള്. ആണ്ടവാ, ഇവന് ഞാൻ അറിയും. നീ ആ മാർക്കന്റെ അപ്പുറത്തുള്ളല്ലേ? പറയടാ. മതി മതി റാഗിങ്ങൊക്കെ പിന്നെ. പാലം മണിക്കോ അമ്മാച്ചിന്റെ പൂവിന്റെ പൊളിച്ചോടി പോയതാ. സാറില്ല കേട്ടോ, സാറില്ല. നിങ്ങൾ അത് എടുത്തുണ്ടോ കഴിച്ചേ? പോട്ടെ പോട്ടെ, സാറില്ല കേട്ടോ. ചേച്ചിക്ക് ഈ കുട്ടികള് ഒരു ബുദ്ധിമുട്ടാവുണ്ടല്ലേ? നല്ല കാര്യേ, ഒരു രസമല്ലേ കുട്ടികള്? ദേഷ്യം വരും ഇത്താത്ത വല്ലതും പറയുന്നല്ലാണ്ട് അല്ലേ ഇത്താത്ത? അപ്പൊ ആ രസത്തിന്റെ ഇടയില് ഇവനും കൂടി ആവുമ്പോ ഭയങ്കര രസവും. അവനെനിക്ക് തന്നെ കണ്ടവാ. ഒഴിവുള്ളപ്പോ എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളായില്ലോ. പക്ഷേ അതിന് ഒഴിവുണ്ടാവാവോ സരസുവിനെ? വാടാ. അല്ല സരസു, നിങ്ങളുടെ ആൾക്കാർ ടൗണിൽ വലിയ സമ്മേളനം തുടങ്ങാൻ പോണെന്ന് കേട്ടു. നിങ്ങളുടെ പണിക്കും കിട്ടോ പെൻഷൻ? ഓ പിന്നെ ഇനി ആ പേരും പറഞ്ഞ് കുറെ കാശുണ്ടാക്കും ചിലര്. അല്ല ആണ്ടവൻ ഇനി രാത്രി തന്നെ മടങ്ങോ? മനസ്സിലായി. സല്ലാപൻ.com
നിന്ന് മനുഷ്യന് ന്യൂനമർദ്ദം കൂട്ടാതെ ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക് സരസു. ചീ, പോടാ. വന്നേ വാവാ. എടാ നാരായണൻകുട്ടി, നീ ഉറങ്ങില്ലടാ? ഉറക്കം വരണില്ല. ഉറക്കം വരല്ലേ, പോയി വിളിച്ചോണ്ട് വാടാ. എടാ നീ ഇങ്ങനെ 24 മണിക്കൂർ ഈ വേഴാമ്പിൽ മഴ കാത്തിരിക്കുന്ന മാതിരി സരസുനെ നോക്കിയിരുന്നിട്ട് എന്താ കാര്യം? മനസ്സിലുള്ള പ്രേമം തുറന്നങ്ങോട്ട് പറയടാ അവളോട്. സരസോട് പറയാൻ പറ്റാഞ്ഞിട്ടല്ല, ശിരസിന്ന് വരണ്ടേ. വരും വരും. ആ സരസുന്റെ കോഴിക്ക് മുല മുളയ്ക്കുമ്പോ വരും. ഒന്ന് പോടോ. എത്ര രൂപ നിന്റെ പോക്കറ്റില് പറയടാ? 100 രൂപ. കഷ്ടപ്പെട്ടൊരു കളവ് കഴിഞ്ഞ് ആ തച്ച് കാശും പറഞ്ഞ് നക്കാപ്പിച്ച് സ്വന്തമായിട്ട് എടുക്കൂ. അത് മുഴുവൻ പിള്ളേർക്ക് തീറ്റിപ്പണ്ടം വാങ്ങി മുടിക്കും. നാളെ നേരം പുല്ലുമ്പോ എന്റെ നേരെ ഇറക്കാൻ വന്നോ 10 പൈസ ആയിട്ടില്ല. ഞാൻ ഒരു കുടുംബം തന്നെ തേച്ച് വടിവെപ്പിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞ നിക്കറിയാ. എനിക്ക് എന്റെ പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടാൻ ഈ തച്ചുകാശ് ധാരാളം മതി. എന്റെ മായൻകുട്ടിയെ കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഹങ്ങൾ മാത്രമേ ആണ്ടവനുള്ളൂ. അതുമ്പോ വെറുതെ കളറ് വാരി പൂശാൻ മെനക്കെടുമ്പോഴാ നമ്മളെ പോലുള്ള പാവങ്ങള് ആ പണിക്കരുടെ ബ്ലേഡ് കമ്പനി കൊണ്ട് തല വെച്ചു കൊടുക്കണം. അപ്പൊ നാളെ ഇനി വെളുക്കാൻ അധികമില്ല. വടക്കോട്ടേക്കുള്ള പാസഞ്ചർ പോയാ അപ്പ കൂവും സരസൂന് ചാത്തൻ കോഴി. ഇന്ന് നീ ഇവിടെ കിടക്കാൻ നോക്ക്. ചെന്നില്ലെങ്കിൽ പിണങ്ങും. ആര് തട്ടുമുള്ള പാറ്റയും പരിച്ചാ? അവനവന്റെ സങ്കടം ബുദ്ധിമുട്ടും പറഞ്ഞ് ആശ്വസിക്കാനേ ആണ്ടവൻ ആ തട്ടുംപുറത്തെ പാറ്റിയും പരിച്ചാരി മാത്രമേ ഉള്ളൂ. അത് ഓർക്കണ്ട എന്റെ മായിനെ. ഇല്ല ഇല്ല ഇല്ല, പോണില്ല പോണില്ല. പക്ക നടക്കങ്ങട്. എന്ത് കഷ്ടാ നോക്ക്. Squad, attention. Parade dismiss. രമേശ്, മേഡം, ഇവിടെ വരുന്നതിന് തൊട്ടു മുമ്പ് ഏറ്റവും കൂടുതൽ കേട്ട പേര് ഒരു ഭഗവാന്റേതായിരുന്നു. എന്താ രമേശ് ഇത്? ആണ്ടവൻ. ആണ്ടവൻ. പണിക്കർ എന്ന ബിഗ് ഷോട്ടിനെ വെറുപ്പിച്ചിരിക്കുന്ന ഈ ഭഗവാന്റെ പേരില് 3 or 4 പെറ്റി കേസ് അല്ലാതെ വേറൊന്നും രജിസ്റ്റർ ചെയ്ത് കാണുന്നില്ലല്ലോ. അതോ വന്ന് വന്ന് നിങ്ങൾ ഈ ഭഗവാനെ പൂജിക്കാൻ തുടങ്ങിയോ? അവനെ പിടിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കാഞ്ഞിട്ടില്ല. പേര് പോലെ തന്നെ സ്വഭാവം തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് അന്വേഷിച്ചെന്നാലോ കാണേയില്ല. ഓഹോ, പണിക്കരുടെ ഭാഗത്തുനിന്ന് ഒരു സ്ട്രോങ് കംപ്ലൈന്റ് കിട്ടിയാ അത് വെച്ച് മൂവ് ചെയ്യായിരുന്നു. അയാൾ അത് തരാ എന്ത് ചെയ്യും മേഡം? എന്റെ പരശ്ശിനിക്കട മുത്തപ്പനാണ് ഇത് നുണ. നല്ല വെള്ളാരം കല്ല് വെച്ച നുണ. എന്തായാലും നമസ്കാരം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരും ഇതിനു മുമ്പ് ഇവിടെ ഇരുന്നവരും അവനെ പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. പക്ഷെ അവൻ ഈ ടൗണിൽ തന്നെ ഉണ്ട്. നിങ്ങളാരാ? അയ്യോ എന്റെ പൊന്നോടെ ഞാനത് പറയാൻ വിട്ടു. ഞാൻ വെറും പണിക്കരാ മൊയിലാളി. പണിക്കേഴ്സ് ഗ്രൂപ്പിന്റെ ആശുപത്രിയും ടെക്സ്റ്റൈൽസും ജുവലറിയും ഒക്കെ ചുമ്മാ എടുത്തോടാ പരമേശ്വരൻ പണിക്കരെ എന്ന് പറഞ്ഞ് ആ പരമേശ്വരൻ തന്നതാണേ. അവിടെ കേറിയ ആ പന്ന കളിക്കുന്നത്. സർ, വന്ന കാര്യം പറയണം. അത് കറക്റ്റ്, അത് കറക്റ്റ്. ഇനി ഞാനായിട്ട് പെറ്റീഷൻ തരാത്തോണ്ട് ആ നാറിയെ പിടിക്കാനൊത്തില്ല എന്ന് പറയണ്ട. ദാ തന്നിരിക്കുന്നു. കഴിഞ്ഞ 1-2 മാസമായി എന്റെ കടകളിൽ കയറി ആണ്ടവൻ തണ്ടി. ഭഗവാനെ നിന്നെയല്ലേ കേട്ടോ, കട്ടുപിടിച്ച സകല വിവരങ്ങൾ ഇതിലുണ്ട്. മോളവൻ എങ്ങനെയെങ്കിലും അകത്താക്കണം. ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന നിയമന്മാര് കുറെ നോക്കിയത് അലവലാദികൾ വിട്ടി കൂഷ്പാണ്ഡങ്ങൾ. സർക്കാരിന്റെ ശമ്പളം ഞൊട്ടി നുണയാൻ ഡമ്മി കളിക്കാനും അല്ലെ ഇവന്മാരെ കൊണ്ട് കള്ളനെ പിടിക്കാറിയോ? മൈൻഡ് യുവർ വേർഡ്സ്. ഒന്ന് ഇറങ്ങി പോടാ മിസ്റ്റർ. ഈ സ്റ്റേഷനിൽ സാറിരിക്കുന്ന കസേരയ്ക്ക് മേലെ ഒരു കസേര ഉണ്ട്, CI കസേര. അവിടെ ഇരിക്കാൻ വടക്കുന്നൊരാള് പുറപ്പെട്ടിട്ടുണ്ട്. അറിയാം, പണിക്കർ എന്ന വലിയ കച്ചവടക്കാരന്റെ മകൻ ആ കസേരയിൽ ഇരിക്കാൻ വരുന്നു എന്ന് അറിഞ്ഞു. അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ സാറിന് തീരെ എഴുതി കിട്ടിയിട്ടില്ലല്ലോ. മെടുക്കത്തിയാണല്ലോ മോളെ. അവനെ ഉണ്ടാക്കി വളർത്തി വലുതാക്കി പഠിപ്പിച്ച് സർക്കിൾ ഇൻസ്പെക്ടറാക്കി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് എടുക്കാമെങ്കിൽ ഈ സ്റ്റേഷൻ തീരെഴുതി മേടിക്കാൻ ഈ പണിക്കർക്ക് കഴിയും. കാരണവന്മാർക്ക് അടുപ്പിലും ആകാമെന്ന് കേട്ടിട്ടില്ലേ? പണിക്കരും ഒരു കാരണവരാ, ഈ ടൗണിന്റെ കാരണവര്. മെഴിച്ചു നോക്കാതെ കാരണവരുടെ പരാതി തീർത്തോട്. അല്ലെങ്കിൽ എന്റെ മോൻ വടക്കൂന്ന് വരുമ്പോ കാരണം ബോധിപ്പിക്കാൻ നീട്ടി വലിച്ചടിച്ചു കൊടുക്കേണ്ടി വരും. സല്യൂട്ട്, സല്യൂട്ട്. വിളിക്കണ്ട, ഞാൻ പൊക്കോളാം. എവിടെ യാണ്ടവന്റെ താവളം? പോലീസ് ആണ്ടവൻ എവിടെ ചോദിച്ചാ നമ്മൾ കണ്ടില്ലാന്ന് പറഞ്ഞിട്ടാ. ഒരു സിനിമാ നടൻ. നീ സിനിമാ നടനാണെന്ന് വിശ്വസിക്കണമെങ്കിൽ അഭിനയിക്കുന്ന വേഷത്തിൽ ഇവിടേക്ക് വരണം. ഡോക്ടറെങ്കിൽ ഡോക്ടർ, പോലീസെങ്കിൽ പോലീസ്. അതെ മോളെ, ഞങ്ങൾ ഈ അമ്മയും മോനും തമ്മിൽ വെറുതെ
ഒരു കാര്യം, ഈ കുടുംബത്തിൽ ഇത്തിരി കലാവാസനുള്ളത് ഇവനാ. ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് എടുത്താലുണ്ടല്ലോ അസല് മമ്മൂട്ടിയാ ഇവൻ, മമ്മൂട്ടി. മാറി നിൽക്കത്തള്ളേ, എന്റെ കർത്താവേ. മേഡം കഞ്ചാവ്. ഹലോ, കഞ്ചാവോ? ഇതെന്റെ കഞ്ചാവല്ല, എന്ത് ചതി പറ്റിയതാ? എവിടെ നട കഞ്ചാവ്? ഇതെന്റെ കഞ്ചാവല്ല, ഈ കോളിൽ കഞ്ചാവ് വെക്കണ ആ ഒരുത്തൻ. നിൽക്കണവൻ. പോലീസ്. നീയല്ലടാ ആണ്ടവന്റെ ഫ്രണ്ട് മായൻകുട്ടി. എവിടെടാ ആണ്ടവൻ? എനിക്കറിയില്ല. നീ പറയും മൈനെ. ആണ്ടവൻ എവിടെയാ? ആണ്ടവനോ? എനിക്കറിയാവുന്ന ഒരേ ഒരു ആണ്ടവനാ. പക്ഷേ ദേ അന്യജാതിക്കാരി ആയതുകൊണ്ട് ഞാൻ ആ പരിസരത്തേക്ക് കടക്കാറേ. കള്ളനാണ്ടവനെ നിനക്കറിയില്ല? കൊള്ളനും എന്റെ കുടിയിൽ വന്ന ചൂലും കെട്ടെടുത്ത് ഞാൻ ചൂലും കെട്ട്. ഈ മറിയാമ്മയുടെ ശബ്ദം കേട്ടാൽ ഈ പരിസരത്തെ ഒരു പട്ടി പോലും കുരക്കില്ല എന്റെ സാറേ. എന്റെ മോനെ അതി തെണ്ടി തിരിഞ്ഞ് കയറി വന്ന ഏതോ പുതിയ പട്ടിയായിരിക്കും. സാറന്മാർക്ക് എന്താ അറിയേണ്ടത്? മേഡം, ഇവിടെ അവിടുത്തെ മറ്റേ സെക്സ് വർക്കർ. നിന്റെ കച്ചവടം എവിടെ വെച്ച് തന്നെയാണോടി? അതിപ്പോ നല്ല തിരക്കുള്ളവരാണെങ്കിൽ ഇവിടെ വരും, അല്ലാത്തൊരു കൂട്ടിക്കൊണ്ടു പോവും. കളിച്ചിട്ട് വാ കേട്ടോ. സാറന്മാർക്ക് അറിയേണ്ടത് ആണ്ടവൻ എവിടെയാണെന്നല്ലേ? ഇവിടെ വരാറുണ്ട്. എപ്പോഴാണെന്നോ എങ്ങനെയാണെന്നോ ഒടേ തമ്പുരാന് പോലും പറയാൻ പറ്റത്തില്ല. ഇനി വന്നാ തന്നെ ഞങ്ങൾ ആരും കാണിച്ചു തരാനും പോണില്ല. ഇനി ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് സംശയമെങ്കിൽ കേറി തപ്പിക്കോ സാറേ. പക്ഷേ വെറും കൈയോടെ തിരിച്ചു പോകരുതെന്ന് മാത്രം. മതി മതി, അധികം നാവാടല്ലേ. രാത്രി നേരത്തെ സരസനെ ഒറ്റയ്ക്ക് കിട്ടുമ്പോ ഏമ്മമാര് തേനലിക്കുന്ന വർത്താനാ പറയാറ്. അത് മറക്കല്ലേ. നിന്നെയൊന്നും തൊടാൻ പറ്റില്ലല്ലോ, നീ വലിയ യൂണിയൻ മെമ്പർ ആയി പോയില്ലേ. ഏമാനിപ്പൊ തൊട്ട് നോക്കണമെന്നുണ്ടോ? ഞാൻ റെഡിയാ. മര്യാദക്ക് മര്യാദക്ക് സംസാരിക്ക. പോലീസ് അന്വേഷിക്കുന്നവരെ ചേരിയിൽ ഒളിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാ സൂക്ഷിച്ചോ. സകലരും കേറി ഇറങ്ങിയിട്ട് വരും സ്റ്റേഷനിലേക്ക്. വരണം. വളയിട്ട കൈ കൊണ്ടാണെങ്കിലും ഇടിക്കൊരു മയം ഉണ്ടായില്ല. എന്തിനാണ് മോനെ നീ ഇങ്ങോട്ട് വന്നത്? നിന്നെ അന്വേഷിച്ച് പോലീസ് എങ്ങാനും വന്ന? നീ ഇവിടെ ഇരിക്കേ, നീ പോയി ഒരു ചായ എടുക്ക. നീ ചായ കുടിച്ചതല്ലേ? പിന്നെ സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടെന്ന് വെറുതെ പറയാ. ഇത്തിരി കോളം കഞ്ചാവ് സൂക്ഷിച്ചേനാ അപ്പുറത്തെ ഭാസ്കരനെ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തുറ്റിക്കളിക്കണം. പിന്നെ കുറ്റം പറയാൻ പറ്റില്ല. അടിക്ക് കുറവില്ലെങ്കിലും തെറിക്ക് കുറവുണ്ട്. അതാ ഒരു സമാധാനം. നിന്നെ അവർ ഒരുപാട് തല്ലുവേണം. ഒരു പുറമെ തല്ലി ചതുക്കാനല്ലേ അവർക്ക് പറ്റൂ. ചങ്ക് കുത്തിപ്പറിക്കാനൊന്നും പറ്റില്ലല്ലോ. അതിനകത്തിലുള്ള നീയുള്ളത് ചത്താലും ഞങ്ങളൊറ്റില്ല. ഇതവളുടെ ആദ്യത്തെ അവസാനത്തെയും വരവാ. ഇനി നിങ്ങളെ തല്ലാൻ അവളുടെ കൈപ്പുമില്ല. ഉറപ്പാണ്. മിഴിച്ചേക്കാതെ ആവി കുറയ്ക്കടി. എടി കുറയ്ക്കാൻ എന്റെ അണ്ടാകാൻ വരെ പൊള്ളുന്നു. അവരത് ചെയ്യില്ല പണിക്കരെ. ഇടയ്ക്കൊക്കെ ഇത്തിരി ചൂടും വേവുണ്ടാവുന്നത് നല്ലതാ. പോലീസിന്റെ ഇടികൊള്ളാൻ ആ പാവങ്ങളും ആദ്യം പിടിച്ച് രക്ഷിക്കാൻ ഈ പണിക്കരും അത് കലക്കിണ്ട്. അപ്പൊ നമുക്ക് ഒന്നും കൂടി അങ്ങോട്ട് വന്നാലോ? അയ്യോ എന്റെ പൊന്നാണ്ടവ, ഒന്ന് നിർത്ത്. ഇനി വെച്ചാൽ ഞാൻ ഉടഞ്ഞു പിന്നെ ഉപ്പിട്ട് കൊരിയാ മതി. പുതിയ SI ചാർജ് എടുത്ത ദിവസം തന്നെ താൻ ചേരിയിൽ ഇറക്കി റെയ്ഡ് നടത്തിയല്ലേ? അവിടെ വന്ന് ഷൈൻ ചെയ്യാൻ താൻ പറഞ്ഞയച്ച ആ പെമ്പർ നോർത്തിക്കുള്ള മിഠായി ഞാൻ കൊടുക്കണ്ട്. പക്ഷെ ഇനി
പോലീസുകാരോ ഗുണ്ടകളോ ചേരിക്കാരുടെ മെക്കെട്ട് കയറി കുമ്മി കളിക്കാൻ വന്നാൽ ദേ പണിക്കരെ, ഇത് അവസാനത്തെ വാണിങ്ങ. അല്ലെങ്കിൽ പടച്ച തമ്പുരാനാണ്, അവൻ പാടുപെടും, പെടാ പാടുപെടും. എന്തപ്പത് പതിവില്ലാണ്ടൊരു വെളിച്ചം? വാ തുറക്കാൻ, വാ തുറക്കാൻ. എന്താണോ തന്റെ തൊണ്ടയുടെ ഓട്ടയടഞ്ഞു പോയോ? മരുന്ന് കുടിക്കണോ? മരുന്ന് കുടിക്കണോ? ഈശ്വര, ഇവിടെയും താമസക്കാരെത്തിയോ? അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ ഇപ്പൊ മുഴുവൻ മരുന്നും താൻ കുടിക്കണ്ട. തന്റെ സൂക്കാട് പെട്ടെന്ന് മാറും. അത് ശരിയാവില്ലല്ലോ. ചന്ദ്ര, അച്ഛന് മരുന്ന് കൊടുത്തല്ലോ അല്ലേ? ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ഞാനിത് മുടക്കോ? സോറി അച്ഛാ, ഇത്തിരി ലേറ്റ് ആയി. ജോയിൻ ചെയ്ത് നേരെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ. അപ്പോഴേക്കും വന്നു ഓരോ മാരണങ്ങള്. പക്ഷെ ഇന്ന് ശരിക്കും അച്ഛന്റെ മോളുടെ ദിവസമായിരുന്നു. ദ ഡേ ഓഫ് ഇൻസ്പെക്ടർ ശ്രീരേഖ. അപ്പൊ ഇന്ന് മുതൽ കള്ളന് കാവല് പോലീസായി നർത്തം. സ്റ്റേഷനിൽ ആദ്യത്തെ വിസിറ്റർ ആരായിരുന്നെന്ന് അറിയോ? പഴയ പണിക്കര് സാറ്. എന്റെ കണ്ണു വല്ലതും കണ്ടാവോ? അയാൾക്കൊരു മകനുണ്ടായിരുന്നില്ലേ അച്ഛാ? അയാൾ ഇവിടുത്തെ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറി വരുന്നു. വിത്ത് പ്രൊമോഷൻ, CI. വേണ്ട രീതിയിൽ ഫേവർ ചെയ്ത് നിന്നില്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന ഭീഷണി. ഞാൻ ഇറങ്ങി പോവാൻ പറഞ്ഞു. അത് കലക്കി. ചായ. എന്നിട്ടായിരുന്നു റിയൽ പെർഫോമൻസ്. ആണ്ടവന്റെ ഒളിത്താവളം ഉണ്ടല്ലോ ചേരി, അവിടെ ഒരു റെയ്ഡ്. ആണ്ടവന്റെ ശരിക്കുള്ള താവളത്തിലെ മോളെ നീ ഇപ്പൊ കയറി കഞ്ഞി വയ്ക്കുന്നത്. അച്ഛൻ നോക്കിക്കോ, ഒരു കാര്യം ഉറപ്പാ, അവൻ എവിടെ കയറി ഒളിച്ചാലും ഒരു ദിവസം എന്റെ കയ്യിൽ പെടും. പെടും, നീ പെടാപ്പാട് പെടും. ഞാൻ ഈ വീടിന്റെ മോളിൽ തന്നെ ഉണ്ട് മോളെ. എന്റെ ആദ്യ ദിവസം ഞാൻ മോശമാക്കില്ലല്ലോ ഗംഗാധരൻ പോലീസ്. ഇന്ന് പൗഡർ ഇട്ടില്ലേ ചന്ദ്ര? ഇട്ടു. അച്ഛന്റെ പുറത്ത് പൗഡർ ഇട്ടില്ലേന്ന് മറന്നു. ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യില്ല. ഇതാ ഇങ്ങോട്ട് വരാൻ. പതുക്കെ. ദേവരുടെ സ്വത്തും വരുമാനവും ദേവസ്വത്തിലേക്കുള്ളതാ. അന്ന് വെച്ചാ അമ്പലത്തിന്റെ നടത്തിപ്പിന്. അത് പണിക്കർക്കും കുടുംബത്തിനും വെട്ടിവിടുങ്ങാനുള്ളതല്ല. അവരോട് തേവര് തന്നെ ചോദിച്ചോളൂ. നിങ്ങൾ നാളെ കോടതിയിൽ സാക്ഷി പറയാനൊന്നും പോണ്ട. ഇനി അതിന്റെ പേരിൽ ഈ വീട്ടിനോട് ഇറങ്ങി പോകേണ്ടി വരും. ആയിക്കോട്ടെ ഭവാനി, കടത്തിനെ കിടന്ന് ഉറങ്ങിയാലും വേണ്ടില്ല. കള്ള് കാച്ചോടം പോലെ തന്നെ അമ്പലമൊന്നും വിചാരിക്കാൻ പാടില്ല. സ്റ്റേഷനിലേക്ക് കൊത്തി നീ അമ്പലത്തിൽ കയറി കൊട്ടാൻ തുടങ്ങിയാലോ? സാർ എന്തായി പറയുന്നേ? ആഹാ, പൊട്ടം കളിക്കാ. അയ്യോ, അങ്ങേര് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങേര് കൊണ്ടുപോകരുത്. ഭഗവാന്റെ തിരുവാഭരണം മോഷ്ടിച്ചത് പോരായിരിക്കും അല്ലേ? മോനെ, ഈ അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ. എന്റെ അച്ഛന്റെ അവതാരത്തിൽ പഠിക്കുകയും താമസിക്കുകയും ചെയ്തിട്ട് നീ എങ്ങനെ വലിയ ആളാണ്ടട്ടാ കള്ളന്റെ മോനെ. വേണ്ട മുരുക, വേണ്ട. മൊട്ടയെന്ന് വിരിഞ്ഞില്ല, അപ്പോഴേക്ക് തന്തയുടെ പണി തുടങ്ങി അല്ലടാ നായിന്റെ മോനെ. എന്താ സാറേ ഈ കാണിക്കുന്നത്? എന്റെ മോൻ എന്ത് തെറ്റാ ചെയ്തത്? ആഹാ, അത് ശരി. അപ്പൊ മോന്റെ കൊളവരികാരൊന്നും അറിഞ്ഞില്ല. എവിടെയാ സ്കൂൾ ബാഗ്? മോനെ മോനെ. ആഹാ, ഇയാള് കൊള്ളാമല്ലോടാ. ഇതെവിടുന്നാടാ? എനിക്കറിയില്ല അമ്മേ. പണിക്കരുടെ മോന്റെ മാലയായത്. ഇത് മോൻ കെട്ടതോ
അത് തണ്ട ചട്ടം കൊണ്ട് മോനെ കൊണ്ട് കട്ടടിപ്പിച്ചതോ? വരടി. ആ ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല. ഇപ്പൊ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ദുർഗുണ പരിഹാര പാഠശാലയിൽ കഴിഞ്ഞ ഓരോ രാത്രിയും ഞാൻ എൻ്റെ അമ്മയെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. നല്ലവനാകാനുള്ള 3-4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ മുരുകൻ ലോകത്തിന്റെ മുമ്പിൽ പയറ്റി തെളിഞ്ഞ കള്ളൻ. എന്നാ ആര് വേണേ പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് അറിഞ്ഞോട് നിന്നെ. നീ വാ. ഇല്ലമായ കുട്ടി, എന്റെ നഷ്ടങ്ങൾ വലുതാ. എനിക്ക് കണക്ക് തീർക്കാനുള്ള ഒരാൾക്ക് ദൈവം നേരിട്ട് കൊടുത്തു. കടപുഴകി വീണില്ലേ ഗംഗാധരം പോലീസ്, ഇനിയുള്ളത് അവരാ. ആ പക ഒറ്റത്തച്ചിന് തീരില്ല. പണിക്കിരും മക്കളുമാണ് ശരിക്കുള്ള പെരുങ്കള്ളന്മാരെന്ന് ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്തും വരെ ആണ്ടവൻ കക്കും. അവരെ ഞാൻ കട്ടും മുടിക്കും. അതിനെ കള്ളൻ എന്ന പേരിന്റെ സങ്കടം എന്താണെന്ന് ഞാൻ അവനെ പഠിപ്പിക്കും. നീ ഒലത്തും. ജീവനോടെ നിർത്തി പുഴുങ്ങുമ്പോഴുള്ള വെപ്രാളം ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അച്ഛനൊന്ന് ക്ഷമിക്കേ, എന്തായാലും വെന്തു. അപ്പൊ പിന്നെ 6 വരെ കാക്കണോണ്ട് എന്താ കുഴപ്പം? ഇത് എനിക്ക് വിട്ടേക്ക്. കുറെ കാലം അച്ഛൻ കൊടുക്കുന്ന നക്കാപ്പിച്ച വാങ്ങി പോലീസുകാരും ഗുണ്ടകളും ഒത്തുപിടിച്ചതല്ലേ. എന്റെ കുഴി വന്ന് വീഴാൻ അവന് യോഗം. ഞാൻ ഒരു ശേഷം പറയട്ടെ, അവനെ അങ്ങ് ഫിനിഷ് ചെയ്യാം. എന്താ അച്ഛന് പേടിയുണ്ടോ? പണ്ടങ്ങാണ്ട് മുമ്പിൽ ചെന്ന് വിട്ടപ്പോ ഇവന്റെ ഒരു വാരിയല്ല ഇളക്കി വിട്ടതാ ആണ്ടവൻ. കറക്റ്റ്. കുനിഞ്ഞ് ഷൂസിന്റെ നൂല് കിട്ടുമ്പം ഇപ്പോഴും വരുമോനാ വേദന. അതെ. അയ്യോ, മൊബൈൽ അടിക്കാനോ അർമാന്തിച്ച് കിടക്കാനോ അല്ല. നിന്നെ കൊണ്ട് എന്താടാ പ്രയോജനം? എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, എല്ലാ പണക്കാരുടെ വീട്ടിലും നീ എന്തിനാ ഇതുപോലെ ഒരെണ്ണത്തിനെ പറഞ്ഞു വിടുന്നത്? എന്റെ പൊന്നുമോൻ ഷർട്ടും പാന്റും ചുള്ളിക്കണ്ടിട്ട് അങ്ങോട്ട് മാറിയുന്ന മൊബൈൽ അടിക്ക്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇവൻ ഏത് നേരത്തെ സദാശിവ, ഒരുപാട് പേരുടെ കാല് പിടിച്ചിട്ടാ നിന്നെ ഇങ്ങോട്ട് മാറ്റി കിട്ടിയത്. അപ്പോഴേക്കും ഇടയ്ക്കറി വന്നില്ലേ ഒരു വനിതാ ഇൻസ്പെക്ടർ ശ്രീരേഖ, മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന സത്യവതി. പരാതി കൊടുക്കാൻ ചെന്നപ്പോ അവൾ എന്താ പറഞ്ഞെന്നറിയോ? അറിയാം, അവള് ഗംഗാധരം പോലീസിന്റെ മകളല്ലേ. ആ, തന്തയുടെ ഉശിരൽപ്പം കാണും. ഇപ്പോഴാ മത്സരത്തിന്റെ സർക്കിൾ പൂർത്തിയായത്. ചെറുപ്പം മുതൽ എനിക്ക് അവനിവിടെ അവളുണ്ട്. ഇപ്പോ ഇവിടെയും. സീമോനെ, അത്താഴം മുടക്കാൻ നീർക്കോലിയും മതി. അതെ, പക്ഷേ വെറും നീർക്കോലിയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താലോ? അതും പട്ടാപ്പകല് 4 പേര് കാണുക. ശരി സർ. മാഡം, ഗീതാ തിയേറ്ററിൽ ഷോ നടത്താൻ ആരൊക്കെ സമ്മതിക്കില്ല എന്ന് പരാതിയുണ്ട്. കമോൺ. എന്താ പ്രശ്നം? 50 ഫ്രീ ടിക്കറ്റ് ചോദിച്ചു, പറ്റില്ല എന്ന് പറഞ്ഞപ്പോ മാനേജർ തല്ലു. ഇപ്പൊ ആർക്ക് ടിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് കൗണ്ടറിന് മുമ്പിൽ ഇരിക്കുക. ജീപ്പി കയറാൻ. ഇത്രേ ഉള്ളൂ നിങ്ങൾ പെണ്ണുങ്ങൾ. എല്ലാം കഴിഞ്ഞ് വെറുതെ കണ്ണീരൊലിപ്പിച്ച് നിൽക്കാൻ മാത്രം പറ്റും. അതാദ്യം മനസ്സിലാക്ക്, എന്നിട്ടിറങ്ങിപ്പോ സാഹസത്തിന്. താനിപ്പോ അവിടെ ചെന്ന് നടത്തിയ പെർഫോമൻസ് ഉണ്ടല്ലോ, അതിന് ക്രമസമാധാന പാലനം നല്ല പറയാ. SI എന്ന ഹുങ്കുകൊണ്ടുണ്ടായ വങ്കത്തരം. എന്റെ കൂടെ വേറെയും ഉണ്ടായിരുന്ന പോലീസുകാര് നാട്ടുകാരിൽ ഒരാളായി മിഴിച്ചു നിന്നതല്ലാതെ ഇവരാരും ഒരു ചെറുവിരൽ പോലും അനക്കില്ല. സാമാന്യ ബോധം എന്താണെന്ന് അവർക്കറിയാം. കോഴ്സിനെ വിളിക്കാന്ന് ഞാൻ പറഞ്ഞതാ. ആ, ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യണം. എന്നിട്ട് എന്തായി? പട്ടാപ്പകല് വനിതാ SIയെ തെരുവുകുണ്ട റേപ്പ് ചെയ്തു എന്ന് പത്രത്തിൽ അച്ചടിച്ചു വരാത്തത്. ഒരു ഭാഗം തളർന്നു കിടക്കുന്ന തന്റെ തന്തയുടെ കുരുത്തം. ടൈസൺ ജോർജ് എന്ന തെരുവുകുണ്ട പോലീസിന് നേരെ കൈ ഉയർത്തിയെങ്കിൽ അത് ആരുടെ ഒത്താശയും സപ്പോർട്ട് കൊണ്ടാണെന്ന് എനിക്കറിയാം. ഓഹോ, എങ്കിൽ ചെല്ല്, അവനെ പിടിച്ച് ലോക്കപ്പിലിട്. അങ്ങനെ തെളിയിക്ക് കാക്കിയിട്ട പോലീസിന്റെ ഉശിര്. ചന്തമുക്കിൽ മീൻ കച്ചവടം നടത്തുന്ന പെണ്ണുങ്ങളുടെ വായാടിത്തം മാത്രം പോരാ പെങ്ങളെ, ഇൻസ്പെക്ടർ ചമയാനുള്ള യോഗ്യതയ്ക്ക്. എനിക്ക് ഈ വീട്ടിലൊരു പട്ടിയുടെ വില പോലും ഉണ്ടോടോ? പഴയ പോലീസേ.
തന്നെ കുളിപ്പിക്കണം, പല്ല് തേപ്പിക്കണം, മലവും കൊരണം, മരുന്നും തരണം. അതും പോരാഞ്ഞ ശരീരമാസകലം തിരുമ്മണം. തിരുമാടോ, ഞാൻ ശരിക്കും തിരുമാടോ. ഇത്രയൊക്കെ ചെയ്തിട്ടും വെറും 1,800 രൂപ ശമ്പളം കൂടുതൽ ചോദിച്ചപ്പോ തന്റെ പുന്നാരമോക്ക് തരാൻ മേല. അവിടെ പോലീസ് ആയെങ്കിൽ ഞാൻ പൗരനാടോ, അധ്വാനിക്കുന്ന തൊഴിലാളി പൗരൻ. എന്റെ അവകാശങ്ങൾ സാധിച്ചു കിട്ടും വരെ തന്നെ ഞാൻ ഇങ്ങനെ 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 നന്നായിട്ട് ശുശ്രൂഷിച്ചു കൊണ്ടേയിരിക്കുമടാ കിഴങ്ങാരം പോലീസേ. ഇവനാള് കൊള്ളാലോ. എന്നോടാ കളി. തന്റെ മോള് കാശ് തന്നില്ലെങ്കിൽ എന്താ? തനിക്കുള്ള മരുന്നിന്റെ വകയില് എനിക്കുള്ള മരുന്ന് പുശാല്ല. അയ്യോ, യമന് മരുന്ന് തന്നില്ലല്ലേ? ഇപ്പൊ തരാം, ശരിയാക്കി തരാവേ. ആയുർവേദം മണ്ണിന്റെ മരുന്നായതുകൊണ്ട് ഇതിലല്പ ചെളിയിരിക്കുന്നത് നല്ലതാ. എന്നാ തേവ്. ദൈവമേ, ഇന്നത്ര നേരത്തെ കിട്ടിയിരുന്നു. അയ്യോ, സോറി, മണം കിട്ടാതിരിക്കാനാ. അങ്ങനെ അങ്ങനെ ഓ, ഇന്നത്തെ പെടാപ്പാട് കഴിഞ്ഞു. ഒരു വിധത്തില് മരുന്ന് കുടിപ്പിച്ചു. ഒരു നക്ഷത്രം തോളിൽ കൂടുതലുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അയാളുടെ വീട്ടുവേലക്കാരി ആവാനൊന്നും പോണില്ല. പണിക്കർക്കും അയാളുടെ മകനും ടൈസൺ ജോർജിനെ സംരക്ഷിക്കണമായിരിക്കും, പക്ഷെ എന്നെ അതിന് കിട്ടില്ല. അത് ശരി. അപ്പൊ മോള് നമ്മുടെ പക്ഷത്താണല്ലേ? ആയ കാലത്ത് അച്ഛൻ അയാളെ സേവിച്ചതിന്റെ കൂലി ഇപ്പൊ അയാൾ എനിക്ക് തരുന്നുണ്ട്. പണിക്കരുടെ സപ്പോർട്ട് ഇല്ലാതെ ടൈസൺ ജോർജ് എന്റെ നേരെ കൈ ഉയർത്തില്ല, അത് ഉറപ്പാ. ഓഹോ, അപ്പൊ അങ്ങനെ ഉണ്ടായോ? എന്റെ ആണ്ടവാ, ഭഗവാനെ, അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചകത്താക്കാൻ എന്നെ ഒന്ന് സഹായിക്കണേ. അച്ഛൻ നോക്കിക്കോ, ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ഞാൻ ചിലത് പ്രൂവ് ചെയ്യും, ഉറപ്പ്. ഈ പാവം പെൺകുട്ടിനെ ഇത്രയും സങ്കടപ്പെടുത്തിയ സ്ഥിതിക്ക് നിനക്ക് ഞാനൊരു മിഠായി തരും ടൈസ. പരുത്തിപ്പാറ ദേശം പിലാക്കണ്ടിയിൽ തോമാച്ചൻ മകൻ ടൈസൺ ജോർജ് എന്ന ജോർജ് കുട്ടി വയസ്സ് 35, തൊഴിൽ കൂലിത്തല്ല്, ചാരായം മാറ്റി, സ്പിരിറ്റ് കടത്ത്, പെണ്ണുപിടി ചെയ്യാൻ ഇദ്ദേഹം തന്നെയല്ലേ? ആണെങ്കിൽ മോനെ, നിന്നെ ഇടിച്ചു വീഴ്ത്താൻ ഞാൻ പാടുപെടും, ഇതാ ഇവന്റെ ഒക്കെ ഒരു ബാക്കിയിടായാലോ നിന്റെ അപ്പം എന്ന് പറയടാ. എന്റെ ടൈസൺ നമ്മൾ തമ്മിൽ എന്തിനാ പൂസിനെന്നൊന്നും അറിഞ്ഞിരിക്കണ്ടേ? ഇവൻ ഈ പറഞ്ഞ മാതിരി കാര്യം ആണ്ടവനൊരു കള്ളൻ തന്നെയാ. പക്ഷെ കേരള പോലീസിനോട് ഈ കള്ളനൊരു ബഹുമാനുണ്ട്. മര്യാദക്ക് ജോലി നോക്കാൻ വന്ന ചുണക്കുട്ടിയായ ഒരു പോലീസുകാരിയെ നീ പട്ടാ പകല ചെറ്റപ്പണിക്കർക്ക് വേണ്ടി മാനം കെടുത്തി. അത് തെറ്റല്ലേ? അപ്പൊ അതിനൊരു ചെറിയ മിഠായി ഞാൻ തരണ്ടേ ടൈസ?
ചന്ദ്ര, പുറത്തെന്താ വീണ പോലെ നോക്ക്. ദൈവമേ, ഇതെന്താ? എന്താ ചന്ദ്ര? എന്താ ഇത്? അഴിക്ക്. ഞാനോ? അഴിക്കാം. ദൈവം തമ്പുരാൻ നേരിട്ട് കൊറിയർ സർവീസ് തുടങ്ങിയ ആണ്ടവന്റെ സമ്മാനം. Bring him. സംശയിക്കേണ്ട സർ. ടൈസൺ ജോർജ്. സാറ് ക്ഷമിക്കണം, ഞങ്ങൾ ഇവനെ ഒന്ന് നന്നായി പെരുമാറി. അറിയാം സർ, കസ്റ്റഡിയിലെടുത്ത പ്രതികളെ തല്ലാൻ പാടില്ലെന്ന് അറിയാം, പ്രത്യേകിച്ചും ഇവനെ പോലുള്ള ഗുണ്ടകളെ. പക്ഷെ ചെയ്തു പോയി. പിന്നെ ഇവന്റെ പേരിലുണ്ടായിരുന്ന ചില പഴയ കേസുകൾ കൂടി ഞാൻ പൊടി തട്ടിയെടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനും തീരുമാനിച്ചു. പരിധികൾ ലംഘിക്കാനാണ് സർ സുഖം. കമോൺ. കതിരോ
പെടുത്തിക്കളയരുത്. ഉണ്ടാവൻ. നീ പൊക്കോ. വേണ്ട, ഉണ്ടത്തി ചേച്ചി അകത്ത് എന്നിട്ട് പോലീസിനെ വിളിക്കാനാ പരിപാടി തോന്നി അത് വേണ്ട. അവര് വന്ന് നോക്കുമ്പോ പണിക്കര് സാറിനെ കാണാനായിട്ട് പാണ്ടിലോറി കയറി ഇറങ്ങിയ പോലെയോ പ്ലെങ്ങിട്ട്. അപ്പൊ പണിക്കര് മുതലാളി എപ്പോഴാ ഇവിടെ പകൽ കൃഷി തുടങ്ങിയത്? രാത്രിയിലായിരുന്നല്ലോ പതിവ്. അല്ല, അതിൽ തെറ്റു പറയാനില്ല. മക്കളൊക്കെ തെങ്ങടിച്ച പന വീഴുന്ന പ്രായത്തിലായി. ഉണ്ടായിരുന്ന ഭാര്യയോട് സ്നേഹം കൂടിയപ്പോ വയറ്റിൽ ഇങ്ങനെ വെറുതെ ചവിട്ടിയ കൊന്നു. അപ്പോ പണിക്കർക്ക് ആ ഏരിയയിൽ ഇത്തിരി പ്രന്യാസം ഉണ്ടാവുന്ന ആണ്ടവൻ അറിയാം, ജോറായിട്ട് അറിയാം. ഇത് പോട്ടെ, പക്ഷെ കൊള്ളാവുന്ന പെമ്പിള്ളേരെ വഴിയിൽ ഇങ്ങനെ തടഞ്ഞു നിർത്തി ഗുണ്ടകളെ കൊണ്ട് നാണം കെടുത്തി പ്രന്യാസം തീർക്കണ ഏർപ്പാടുണ്ടല്ലോ, അതിന് വേണ്ട. അങ്ങനെ ചെയ്തെടുത്തപ്പോ കോടതിയിൽ ശിക്ഷയും കാത്ത് നിൽക്കാവൂ. തന്റെ വലം കൈ ടൈസൺ ജോർജ്. പണിക്കര്, ഇത്രയും കാലം തന്നെ ഞാൻ വളരാൻ വിടുമായിരുന്നു. വെട്ടുമ്പോ കാതിലുള്ള മരം വെട്ടുന്ന സുഖം. ഇനി ആണ്ടവൻ വെട്ടി തുടങ്ങാൻ പോവാ. ഈ നാടിനെയും നിയമത്തെയും പറ്റിച്ച് താനും മക്കളും കൂടി കളിച്ച മുഴുവൻ കളികളും ഞാൻ വെട്ടിക്കരി പുറത്തിടും. നീ പാടുപെടും മോനെ, പാടുപെടും. മനുഷ്യനെ പ്രാന്തടിപ്പിക്കാൻ. നീ ഇങ്ങനെ ചെങ്കീരി കലക്കവെള്ളം മോന്തറ പോലെ പിന്നെയും തേവാതെ എന്തെങ്കിലും ഒന്ന് വാതർന്ന് പറ. ഓ, അച്ഛനൊന്ന് പിടയ്ക്കാതിരിക്കെ. ഞാൻ പിടയ്ക്കൂടാ. ജയിലിൽ കിടന്ന് അഴി എണ്ണി കുഴയണത് എന്റെ വലം കൈയായ ഒരുത്തരാ. നീ നിന്റെ അനിയനകത്തായാലും ഞാൻ ഇത്ര പിടക്കില്ല. പോലീസുകാർ പഠിച്ച പണി 18 നോക്കി. ആണ്ടവനെ കിട്ടിയോ? കിട്ടിയില്ല. അവൻ എന്റെ അടുത്ത് വരുന്നു, വിലാസിന്റെ അടുത്ത് വരുന്നു. അച്ഛനത് ഏത് വിലാസിന്റെ കാര്യം പറയുന്നത്? ഏത് പെണ്ണാക്കാണ്? നമ്മുടെ കുന്നുപുറത്തെ വിലാസിനി. അച്ഛൻ എന്തിനാ അവിടെ പോയത്? മേലനെങ്കിൽ പണിയാത്തവന്റെ ചോദ്യം ചെയ്യാൻ വന്നാലുണ്ടല്ലോ, ഉണ്ട കണ്ട് 2 കുത്തി പൊട്ടിക്കാൻ ഞാൻ. ഓയി മൊബൈൽ ഫോണിൽ SMS വിട്ട് കളിക്കടാ തെണ്ടി. വിലാസിനി ആരെന്ന്? അച്ഛന്റെ തിരുമല കേന്ദ്രത്തിൽ എല്ലാ വർഷവും എണ്ണപ്പാത്തിയിലിട്ട് ഉരുട്ടിയും ചവിട്ടി ഒടിഞ്ഞും വളർത്തിയെടുത്ത ടൈസന്റെ ദേഹത്ത് ഒരു പോർല് വീഴ്ത്താൻ ഡിപ്പാർട്ട്മെന്റിലെ കൊടവേറി ചാടിയ പോലീസുകാരും ഇൻസ്പെക്ടർ വേഷം കെട്ടിയ വേറെ ഒരു പെണ്ണും പോരാ. SI ശ്രീരേഖ ഒരു പാവക്കൂത്ത് കളിക്കാ. ചരട് മുഴുവൻ അവന്റെ കയ്യിലും. ആണ്ടവന്റെ. അപ്പൊ അവൻ അവള് ഒന്നായോ? ബെസ്റ്റ്, നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. ഒരു കള്ളനും പോലീസും അപ്പുറത്ത്, വേറൊരു കള്ളനും പോലീസും ഇപ്പുറത്ത്. അപ്പുറത്ത് പോടാ മൊബൈൽ മോനെ. സദാശിവ, അവരൊന്നിക്കട്ടെ. അവന് വേണ്ടി ന്യായം പറയാൻ അവള് കൂടെ വേണം. പണ്ട് മുതലേ ഞാൻ ചതിച്ചും പറ്റിച്ചും മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ആ കളി ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ലെന്ന് അവള് കൂടി അറിയണം. അതിനുള്ള ഗ്യാപ്പ് കിട്ടുമോന്നാ എന്റെ പേടി. പരമേശ്വര പണിക്കർക്ക് മുട്ടുപറയ്ക്കാൻ തുടങ്ങിയല്ലേ? പിന്നെയും പണി കിട്ടിക്കൊണ്ടിരിക്കല്ലേ മോനെ? അതിന്റെ മുഴുവൻ കണക്കും അവൻ പറയും. എണ്ണി നമ്മൾ പറയിക്കും. നീതിന്യായ കോടതിയിലല്ല, പണിക്കർ ഗ്രൂപ്പിന്റെ ഈ കോടതിയിൽ. അവനെ അറസ്റ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താനുള്ള സ്പെഷ്യൽ ഡ്യൂട്ടി ഇനി ഇൻസ്പെക്ടർ ശ്രീരേഖയ്ക്ക്. അവൾക്ക് മുമ്പിൽ വെച്ച് അച്ഛൻ പറയും അവനുള്ള വിധി. ചെയ്ത ഓരോന്നിനും പരമാവധി ശിക്ഷ മാത്രം വിധിക്കുന്ന നമ്മുടെ മാത്രം വിധി നടത്തിപ്പ്. എന്താ പോരെ? ജോറായിണ്ട് മോനെ, ജോറായിണ്ട്. ആണുങ്ങളായി ഇങ്ങനെ തന്നെ വേണം. വീറും വാശിയും പകയും പ്രതികാരവും. അങ്ങനെ ഇത്തിരി എരും പുളി ഉണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കളി ഒന്ന് പെരുകൊള്ളു. അതിനിടയിൽ ഒരു ചായ കുടിച്ചു വരാനുള്ള സമയമുണ്ട്. പുക വലിച്ച് പോലീസിനെ പിടിയിലാവരുതിട്ടാ. ഞാൻ ഇതിനുള്ളിൽ കാത്തിരിക്കുന്നുണ്ടാവും. ഇതെന്തത് മാനം നോക്കി അറിയണേ? പറയൂട്ടാ. അതെന്തിനാ? എന്നിട്ടാ കോണി അവിടെ? ആ, അവനെ നമുക്ക് വെളിച്ചത്ത് ചോറ് കൊടുത്തിട്ട് ഇരുട്ടത്ത് കിടത്താം. എന്താ പോരെ? എന്നാ വാ, ഇവിടെ ഹൈ, ഇതെന്താ കയ്യില്? മൊബൈല്. ഞാൻ പോയി വരുമ്പോഴേക്ക് കണക്ഷനും കിട്ടിയോ? എല്ലാം പെട്ടെന്നായിരുന്നു. ആ, എന്നിട്ടാണ് അമ്മയെ വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേ. അമ്മയുടെ നമ്പർ എത്രയാ? 1 2 3 4 5 6 7. മതി 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 മതി. ഇനി കൂടുതൽ അടിച്ചല്ലേ റോങ് നമ്പർ പോകും. വിളിച്ചു നോക്കട്ടെ. ഹലോ, ആ സ്പൈഡർമാന്റെ അമ്മയല്ലേ? അപ്പൊ ചാല, നിങ്ങൾ എന്തു പണിയെ കാണിച്ചേ? നിങ്ങൾ മോനെ കാണാൻ വരാന്ന് പറഞ്ഞിട്ട് എവിടെയത്? എന്നാ വരാ?
അടുത്ത ആഴ്ചയോ മതി ഞാൻ വരണേ മോൻ കാത്തിരിക്കുക ഓക്കെ 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 അല്ലേ ഓക്കെ ഇനി ദീപനെ ഇതൊന്ന് അങ്ങോട്ട് ഇട്ടേൻ നോക്കടാ കോണിക്കുട്ടി കാലക്കി. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. ഗുഡ് മോർണിംഗ് സർ. എന്തായി? അറസ്റ്റ് റെക്കോർഡ് ചെയ്തോ? ഏതായാലും ശ്രീരേഖ തന്നെ അവനെ കോടതിയിൽ ഹാജരാക്കിയേക്ക്. ആ തൊപ്പിയിൽ ഒരു തൂവൽ കൂടി കയറട്ടെ. സർ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ ആണ്ടവന്റെ അറസ്റ്റ്. എന്താ അറസ്റ്റ് നടന്നില്ലേ? ഒരാഴ്ച മുമ്പ് അസൈൻമെന്റ് ഏൽപ്പിക്കുമ്പോ 48 മണിക്കൂറായിരുന്നു അനുവദിച്ച സമയം. ഓർമ്മയുണ്ട് സർ. ഓഹോ, അപ്പോഴെന്തായിരുന്നു മനസ്സിൽ? ശ്രീരേഖ ഒരു കേസ് ഏറ്റെടുത്ത ആണ്ടവൻ തനിയെ വന്ന് ലോക്കപ്പിൽ കയറി വാതിലടയ്ക്കുമെന്നോ? ഈ ഒരാഴ്ച എവിടെയെല്ലാം അന്വേഷിച്ചു? സർ, സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും ചേരിക്കടുത്ത് 4 പോലീസുകാരെ സ്പെഷ്യൽ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്. Then what happened? പണ്ട് പുലിയെ പിടിക്കാൻ നായാട്ടിനിറങ്ങുന്നവർ പുലിയെ കിട്ടിയില്ലെങ്കിലും അതിന്റെ മട കണ്ടൊന്ന് തെളിയിക്കാൻ 2 പൂടെയെങ്കിലും പെറുക്കിക്കൊണ്ട് വരാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കിട്ടിയോ ഇൻസ്പെക്ടർ ശ്രീരേഖയ്ക്ക്? നിങ്ങൾ ഈ ഡ്യൂട്ടി ഏറ്റെടുക്കുമ്പോൾ ഒരിക്കലും ആണ്ടവനെ പിടിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയായിരുന്നു. ടൈസൺ ജോർജിനെ അകത്താക്കി തന്നവരോട് നന്ദികേട് കാണിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ശ്രീരേഖ മോളെ, ഒടിയന് മുമ്പിൽ മായം കളിക്കല്ലേ. ഇത്തിരി ഉള്ളപ്പോ മുതൽ നീ അവന്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ചിട്ടുള്ളൂ. പഴയ സെന്റിമെന്റ്സ് വെച്ച് അവനെ സഹായിക്കാൻ ശ്രമിച്ച നിനക്കറിയില്ലല്ലേ? കള്ളൻ എന്ന നാണക്കേട് മറയ്ക്കാൻ അമ്പലക്കുളത്തിൽ ചാടിച്ചത്ത വേലായുധന്റെ മകൻ മുരുകൻ എന്ന ആണ്ടവനെ നിനക്കറിയില്ല അല്ലേ? അവനെ വിലങ്ങ് വെക്കാൻ നിന്റെ കൈ പൊങ്ങില്ല. സോ ഈ നിമിഷം മുതൽ ആ ഡ്യൂട്ടി ഞാൻ ടേക്ക് ഓവർ ചെയ്യുന്നു. പോലീസ് പണി ഞങ്ങൾ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണടി. കൈക്കരുത്തും നെഞ്ചുറപ്പുള്ള ആണുങ്ങൾക്ക്. പിടിക്കാനുള്ള പോലീസിനെ മൂടിയെടുത്ത് കുട്ടിയെടുത്ത് മുകളിലേക്ക് കുട്ടിയെടുത്ത് മുകളിലേക്ക് എന്തെങ്കിലും മൂടാ പള്ളി. പിള്ളേരെ ടൗണിൽ കുപ്പിയും പാട്ടും പെറുക്കി തെരുവിൽ സാധനങ്ങൾ വിറ്റ് ജീവിക്കുന്ന പിള്ളേരാ. ആണ്ടവന്റെ വാനരപ്പട അല്ലേ? അവന്റെ ഉള്ളിൽ നീയാണ്, നിന്റെ ഉള്ളിൽ അവനാണ്. നിങ്ങൾ രണ്ടുണ്ടിങ്കോലാപ്പിയാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കിക്കോ. അത്രയും സൗകര്യം കിട്ടൂലോ. എന്നിട്ട് വേണം നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി എടി കുത്തി മലത്തിക്കളയും ഞാൻ. ആ പന്നിയൊന്ന് പിറ്റാടാ. അങ്ങോട്ട് മാറി എന്താ നിന്റെ മറ്റപ്പാറ കച്ചവടത്തിന് എന്റെ പിള്ളേരെ കൊണ്ടുപോയാണ്ടില്ല. കാര്യം അത് പിന്നെ പോലീസുകാരെ കൈ പിടിക്കാൻ വേണ്ടി വെറുതെ കൊടുത്തല്ലേ. പോലീസുകാർക്ക് കൈ പിടിക്കാൻ എന്റെ ഇവൻ എന്താ ചാവട്ടവൻ ഈ ചെറ്റെന്താ ചെയ്തെന്നറിയോ? നമ്മുടെ ടോണിക്കുട്ടി കൊണ്ട് ടവലിൽ കഞ്ചാവ് അത് പിന്നെ അവനെ കൂടെ വരാന്ന് പറഞ്ഞിട്ടില്ല ഞാൻ.
അവനും നിന്റെ കൂടെ പറഞ്ഞ് കൊണ്ടുപോകണം അതെ എടാ ഞാൻ പറഞ്ഞേക്ക് ഇനി അടിച്ച ചാവും കേറിപ്പോടാ പണ്ടാളർക്കാൻ വലിവുള്ള കാര്യം നീ മറന്നുപോയോ ഒന്നിപ്പോലും ആ ഭാസ്കരനെ ഞാൻ വെറുതെ കാര്യം ഭാസ്കരൻ ചെയ്ത് തിണ്ടിത്തരോ പക്ഷെ 10-12 വയസ്സായ നിന്റെ പിള്ളേർക്ക് അറിഞ്ഞൂടെ കഞ്ചാവെന്ന് പറഞ്ഞ യൂക്കാലിയല്ലെന്ന് എല്ലിന്റെ പോത്തറച്ച് കുത്തി കയറുമ്പോഴേ ഇക്കിളി കണ്ടാ പന്നികൾക്ക് പോയി വല്ല പണിയെടുക്കാൻ തുടങ്ങ പന്നികളോട് ഇരുന്ന് തിന്നുമ്പോഴേ ഇതിന്റെ അപ്പുറം ചെയ്യും ഇനി ഒറ്റടത്ത് തന്നെ കണ്ണുമറ്റത്ത് കണ്ടുപോരുത് കറന്നു നോക്കോ എടാ നിങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുള്ള ആ ജയിൽ തന്നെയാ വല്ല കട്ടോ പിടിച്ചു പറിച്ചോ പോക്കറ്റ് അടിച്ചോ കഞ്ചാവ് വെച്ചോ എന്തെങ്കിലും പണ്ടാറടങ്ങി അതിനകത്ത് കയറി പറ്റാൻ നോക്ക് പോടാ ഇന്നിങ്ങനെ ഉണ്ടാവില്ല ഉറപ്പ് ആദ്യമായിട്ടല്ലേ ഇനി മുതൽ മായൻകുട്ടികളുടെ ഇത്തിരി പണിക്ക് പോയിക്കോളാം ഞാൻ പറച്ചോനെ അപ്പം നീ എന്നെ കബറടക്കാൻ തീരുമാനിച്ചാ ചെല്ല് എല്ലാരും പോയി എന്തെങ്കിലും കഴിക്കാൻ നോക്ക് ഓ തുടങ്ങി വധൂരി ആ ഇഞ്ചിൻ ഓഫാക്കാൻ നോക്കിയേ ചെല്ലി എന്തടാ എനിക്കൊറ്റ കിടക്കാൻ പേടിയാ അപ്പൊ നിന്റെ ശാരിച്ചു ചേച്ചിയോ ചാച്ചി ചേച്ചി ബിസിയാ അയ്യോടാ അഞ്ഞോ മോനും ആടാ ചക്കരല്ലേടാ വാ വന്നോ കാലമോടെ മനുഷ്യനെ സമാധാനായിട്ടൊന്ന് കടന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല സിൽമാനാണ് പോലെ ഞാനാണമ്മേ രൂപേഷ് കുമാർ അമ്മ പറഞ്ഞില്ലേ അഭിനയിക്കുന്ന വേഷത്തിൽ വന്നാൽ വിശ്വസിക്കുള്ളൂ എന്ന് ഞാനേ ബ്രേക്കിന്റെ സമയത്ത് ചാടി പോവാനാ സമയല്ലേ പോട്ടെ ആണ്ടവൻ നീ 1.25 കിലോയുള്ള ശരീരം വെച്ച് ഇവിടെ കാണിച്ചു കൂട്ടിയ വൃത്തികേടൊക്കെ കണ്ടൂല്ലേ അപ്പൊ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇടയ്ക്ക് ഇവിടെ വരുമ്പോ സ്മോള് കൊണ്ടുവരിക അതിന്ന് 2 അടിക്കുക തിരിച്ചു പോവുക കമാന്ന് രണ്ടക്ഷരം മിണ്ടൂല്ല ഇറങ്ങി വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് കച്ചവടത്തെയും വലുതായിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് മാഫിയയും നശിപ്പിക്കാനുള്ള ആദ്യ പടി അതിന്റെ വിതരണ ശൃംഖലയെ തകർക്കുക എന്നതാണ്. നമ്മുടെ നഗരത്തിൽ കഞ്ചാവിന്റെയും ബ്രൗൺ ഷുഗറിന്റെയും സെയിൽസ് ഏജന്റുമാരായി പ്രവർത്തിക്കുന്നത് 10-നും 16-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ്. തെരുവോരങ്ങളിലും ചേരിപ്രദേശങ്ങളിലും താമസിക്കുന്ന അനാഥരായ എല്ലാ കുട്ടികളെയും ഭിക്ഷക്കാരെയും സർക്കാരിന്റെ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കണം. അവർ ആദ്യം എതിർത്തുവെന്ന് വരും, പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും കഴിയുന്നത്ര സംയമനം ഉണ്ടാകണം. വാട്ട് യു സേ മിസ്റ്റർ രാജശേഖരൻ? ഓരോ സർക്കിൾ ഓഫീസിന്റെയും പരിധിയിൽ വരുന്ന പ്രദേശങ്ങൾ അതാത് സർക്കിൾ ഇൻസ്പെക്ടറുടെ മേൽനോട്ടത്തിലായാൽ കുറെ കൂടെ എളുപ്പമുണ്ട്. That's up to you. Any more doubts? Then see you. ശ്രീരേഖ, മയക്കുമരുന്ന് കച്ചവടം അവസാനിപ്പിക്കേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണ്. പക്ഷെ എനിക്ക് വേണ്ടത് ആണ്ടവനെയാണ്. അവന് വേദനിക്കണമെങ്കിൽ ചേരിയിലെ ആ തെണ്ടി പിള്ളേർക്ക് വേദനിക്കണം. അവനെ പുറത്ത് ചാടിക്കും ഞാൻ. എടാ നിന്റെ അമ്മയെ അണ്ണാച്ചി സിനിമക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ചെന്നാ വേണമെങ്കിൽ കാണാം. പോണാ അല്ലേ? നമുക്ക് പോവാം. എന്നാ വേണം നമുക്ക് പോവാം. എവിടേക്കാ? അമ്മേക്കട പോവാ. എവിടേക്കാണ് അവൾ പാണ്ടാളങ്ങളെ കെട്ടിയിരിക്കുന്നത്? ഓ തള്ളേ. സത്യാടാ, ഡാനിക്ക് നിന്റെ അമ്മ അയാളും കൂടി കയറുന്നത് ഞാൻ കണ്ടതാ. ഭാസ്കരൻ
ദേ കണ്ടാ അമ്മയെ കണ്ടോന്ന് ഞാൻ അവനോട് പറഞ്ഞത്. അതുകൊണ്ട് അവൻ ഏയ് അവനിക്ക് അത്ര ആഴ്ച പഠിച്ചോന്റെ കണക്കിലുണ്ടാവൂ. അത് നിങ്ങളുടെ ആരെയും കുഴപ്പമില്ലല്ലോ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അവനവന്റെ അമ്മേനെ ശരിക്ക് കണ്ടോടാ. നീയോ ആ പിള്ളേരെ പോലെ തുടങ്ങിയാലും പോലീസ് ഓടിക്കൂ. എവിടെ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആണ്ടവൻ? തെണ്ടിക്കൂട്ടങ്ങളെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണല്ലേ? പേർക്കെടുക്കണോ അല്ല ചാവാനുകളെ? തലക്കാരി സർക്കാരിന്റെ ഓർഡർ. അലഞ്ഞടക്കുന്ന സകല ചെറ്റുകളെയും പിടിച്ച് അകത്തല്ലേ. കത്തി ചൂടാകിട്ടില്ല. ഇന്നേക്ക് അവരെ വിട്ടേക്ക് വേറെ. വേണ്ട സാറേ, പാവങ്ങളാ, വിട്ടേക്ക്. കൊണ്ടുപോകണം. നിങ്ങൾ അവിടെ പോയി നോക്ക്. बरसावो मेरा महबूब आया है, मेरा महबूब आया है, എന്റെ ഒപ്പം വരാൻ തുടങ്ങിയ പിന്നെ സ്വന്തമായിട്ടെടുത്ത് ഏപ്പേർ തുടങ്ങുന്നു പറഞ്ഞു തോണി കരുതി വെച്ചിരുന്ന കാശ. എന്തിനാ കരയണേ? നീ എന്തിനാ കരയണേന്ന്? ചത്തുപോയതും പിടിച്ചിട്ട് പോയതും നീ പറ്റ പിള്ളേരൊന്നല്ലോ, ആണോ? എവിടെന്നൊക്കെയോ കൈ വന്ന് പെട്ടു, കുറച്ചു കാലം കഴിഞ്ഞപ്പോ പോയി. അത്ര കരുതിയാ മതി എല്ലാവരും. ഈ ചേരി കിടന്നവൻ തന്നവെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. നമ്മുടെ സ്നേഹത്തിനൊരു വിലയുണ്ടോ? അതുമില്ല. നമ്മളൊക്കെ രണ്ടികളാ. ഹേമന്മാരെ അവരെ നന്നായി നോക്കിക്കോളും, നന്നായി പഠിപ്പിക്കും, വലിയ വലിയ ഉദ്യോഗങ്ങളിൽ എത്തിക്കും. അങ്ങനെ ഒരു യോഗ അവർക്ക് വരുമ്പോ നമ്മൾ സന്തോഷിക്കാ വേണ്ടേ? നന്നാക്കാനാ കൊണ്ടേയിരിക്കണേ. അപ്പോ ചിരിക്കാ വേണ്ടേ? അല്ലാതെ ഇങ്ങനെ കിടന്ന് മോങ്ങല്ല. എന്താടാ, നിനക്കുണ്ടോ സങ്കടം? നീ ഇവിടുന്ന് പോകാന്ന് പറഞ്ഞു. എവിടേക്കാ? ഭാവി രക്ഷപ്പെടുത്താനാ? കുറെ നാള് മുമ്പ് പോവാനിരുന്നതാ, പിന്നെ അവനുണ്ടായിരുന്നോണ്ടാ. എന്റെ നെഞ്ചിലൊട്ടി കിടന്നാലേ അവൻ ഉറക്കം വരും. ഉറങ്ങുന്നതിന് മുമ്പ് ഒരേ കഥ തന്നെ പലതവണ കേൾക്കണം അവന്. വല്ലപ്പോഴൊരിക്കലും മനുഷ്യന്മാരുടെ നേരെ തമ്പുരാന്റെ കിളിവാതിൽ തുറക്കുള്ളൂ. അപ്പ ചാടി രക്ഷപ്പെട്ടോളണം. ഒരിക്കൽ അടഞ്ഞാ പിന്നെ തുറന്നു കിട്ടിയെന്ന് വരില്ല.
എന്താ എങ്ങാണ്ടിന് കള്ളും കുടിച്ച് വെളിവില്ലാതെ ഇന്ന് രാവിലെ കേറി വന്നതാ. വന്നപ്പോ തൊട്ട് ഇതാ തരം. കൊന്നതാ ആണ്ടവാ, ഞാൻ കണ്ടതാ. ആര് കൊന്നു നീ പറയണേ? നമ്മുടെ കുട്ടിയെ ആ കള്ള നായിന്റെ മക്കള് വണ്ടി കയറ്റി കൊന്നതാണ് ആണ്ടവാ. പണിക്കരിലെ ടാങ്കർ ലോറിയായിരുന്നു അത്. അതിനകത്ത് നിറച്ച് സ്പിരിറ്റ് ആയിരുന്നു. എനിക്കറിയാം, എവിടെ ഒളിപ്പിച്ചാലും ധാരാളത്തിന്റെ സ്മെല് ഈ ഭാഷയിൽ അറിയാണ്ടോ. തെറ്റികള് സ്പിരിറ്റ് കൊണ്ട് പോയപ്പോ ഇടിച്ച് കയറ്റിയതാ നമ്മള് പോയിട്ട് ചന്ദ്ര, ഓ ദൈവമേ, വീണ്ടും ആണ്ടവന്റെ സമ്മാനം. ഇത്തവണ 3 കുട്ടികളാണല്ലോ. നമസ്കാരം. കുട്ടിച്ചാക്കിലെ പണം കണ്ട് കണ്ണ് തള്ളിപ്പോയിട്ടുണ്ടാവല്ലേ? എത്ര ലക്ഷം ഉണ്ടെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല. പണിക്കരുടെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയ കള്ളപ്പണാണേ. അയാളെ പിടിച്ചൊന്നു കുടഞ്ഞ എങ്ങനെ ഉണ്ടാക്കിയ കാശാന്ന് പറയും. പിന്നെ എന്റെ കമ്മീഷനായിട്ട് കുറച്ച് കാശ് ഞാൻ എടുത്തു. ക്ഷമിക്കണം കേട്ടോ, ഒരു കല്യാണം നടത്തി കൊടുക്കാനാണേ. അപ്പോ ഇൻസ്പെക്ടർ ശ്രീരേഖ ആക്ഷൻ തുടങ്ങിക്കോളും. സഹായങ്ങൾ വഴി എത്തിച്ചോളാം എന്ന് പോലീസിന്റെ സ്വന്തം കള്ളൻ ആണ്ടവൻ. PI സാറില്ല. സ്പെഷ്യൽ ഡ്യൂട്ടി കഴിഞ്ഞതുവരെ എത്തിയില്ലേ? ഇല്ല. എന്റെ ദൈവമേ, എന്താ ഈ കാണുന്ന? കുട്ടിച്ചാക്കൽ ഇങ്ങനെ പണം ഇരിക്കണ കാണുമ്പോ എന്റെ മേലാസകലം. കടപ്പുറത്ത് പണ്ട് ചാകര കാണാൻ പോയ പോലെ. ഇത് കള്ള നോട്ടാണോ? ഞാൻ ഇവിടെ നിന്നോളാം. നോട്ട് കെട്ടുകൾ ഇങ്ങനെ കൺകൊടുത്ത് കാണുന്നത് ഒരു സുഖ. ആ സുഖം പോട്ടെ. മോൾ എന്നെ വിളിപ്പിച്ചെന്തിനാ? ഇനിയും അത് ഞാൻ തന്നെ പറയാം. ഇത് നല്ല കൂത്ത്. പണിക്കര് മുതലാളിക്കണ്ട വലിയ ദിവ്യ ദൃഷ്ടി ഉണ്ടോ? ഉണ്ടോ മുകേഷ്? ഞാൻ രമേശ്. ആ രമേശ്, എങ്കിൽ രമേശ്. അപ്പൊ ഈ ഇരിക്കുന്ന പണം നിങ്ങളുടേതല്ല അല്ലേ? മിസ്റ്റർ പണിക്കരുടെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ മുത്തപ്പ, മോഷണം നടന്നോ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്ന ഏർപ്പാട് ഈ മുതലാളി ആദ്യമായിട്ട് കേൾക്ക. പോലീസ് നന്നാകുന്ന ലക്ഷണമുണ്ട്. അപ്പൊ ഈ പണം നിങ്ങളുടേതല്ല. എങ്കിൽ പണിക്കര് പൊക്കോളൂ. എന്റെ കൊച്ചേ, ചുമ്മാ കുടുംബത്തിരുന്ന് എന്നെ ഇതിനകത്ത് വിളിച്ചു കയറ്റി. ഇപ്പൊ ഈ കാണിക്കുന്ന പരിപാടിയുടെ പേരാണ് മലയാളത്തിൽ ഉച്ചാളിത്തരം. മിസ്റ്റർ പണിക്കർ, സൂക്ഷിച്ച് സംസാരിക്കണം. പോലീസ് നിങ്ങളെ വിളിച്ചു വരുത്തിയെങ്കിൽ അത് ചില ക്ലാരിഫിക്കേഷൻസിന് വേണ്ടിയാ. എന്തോന്ന് ഫിക്കേഷൻ? ഈ ചാക്കുകൾക്കൊപ്പം പോലീസിന് ലഭിച്ച ഈ കത്തിന്റെ ക്ലാരിഫിക്കേഷൻ. വായിക്കാൻ മേല വെള്ളെഴുത്ത. What's going on here? എന്താ ശ്രീരേഖ? വാട്ട്സ് ദ പ്രോബ്ലം? സർ, ഈ പണം അങ്ങനെ ഇൻസ്പെക്ടർ കൈ വന്നു? രാവിലെ വീടിന്റെ ഉമ്മറത്തുണ്ടായിരുന്നു. എവിടെ? എന്റെ വീടിന്റെ ഉമ്മറത്ത്. എന്ന് വെച്ചാ മുളച്ചുണ്ടായോ അതോ പൊട്ടി വീണോ? സർ, പണത്തിന്റെ കൂടെ ഈ കത്തും ഉണ്ടായിരുന്നു. അതായത് പണിക്കരുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ഈ പണം ആണ്ടവൻ ഇൻസ്പെക്ടറുടെ വീട്ടിൽ എത്തിച്ചുവെന്ന്. മിസ്റ്റർ പണിക്കർ, ഇത്രയും പണം നഷ്ടപ്പെട്ടുവെന്ന് ഇദ്ദേഹം പരാതി തന്നിട്ടുണ്ടോ? ഇല്ല സർ. Then why should you bring him here? അത് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്ലാരിഫൈ ചെയ്യാൻ. Yes, ഈ കത്ത് ആണ്ടവൻ എന്ന കള്ളൻ കളിക്കൂട്ടുകാരിയും കാമുകിയുമായ ഇൻസ്പെക്ടർ ശ്രീരേഖയ്ക്ക് എഴുതിയ ഈ പ്രണയലേഖനം. സർ പ്ലീസ്. അവന്റെ സഹായത്തോടെ വഴിവിട്ട് സമ്പാദിച്ച പണം പിടിക്കപ്പെടുമെന്നായപ്പോ മേലുദ്യോഗസ്ഥന്റെ കുടുംബത്തിന്റെ മേൽ കെട്ടിവെക്കാൻ തോന്നിപ്പിച്ച ഈ മാസ്റ്റർ ബ്രെയിൻ സാറിന്റെയോ ആ കള്ളൻ ആണ്ടവന്റെയോ? നിന്റെ വീടിന് മുന്നിൽ നിന്ന് കിട്ടിയ ഈ പണത്തിന്റെ കണക്ക് നീ തന്നെ കോടതിയിൽ ബോധിപ്പിച്ചേ പറ്റൂ. മോഷ്ടിച്ചും പിടിച്ചുപറിച്ചും ആണ്ടവൻ സമ്പാദിച്ചതിന് മുഴുവൻ SI ശ്രീരേഖ കൂട്ടുനിൽക്കുകയായിരുന്നു എന്ന് വാദിക്കാൻ എനിക്ക് ഈ കത്ത് മതി. കള്ളൻ ആണ്ടവൻ എഴുതിയ ഈ കത്ത് അഹങ്കാരത്തോടെ എടുത്തു വെക്കാൻ ഇനി നിന്റെ തലയ്ക്ക് മീതെ ഈ തൊപ്പി കാണില്ല. സത്യം പറയാതെ ഇൻസ്പെക്ടറെ, ഇത്തരം ചില സന്ദർഭങ്ങളിലാണ് ഇവൻ എനിക്ക് തന്നെ ഉണ്ടായവനാണെന്ന് ഞാൻ ഉറപ്പിക്കണത്. പിന്നെ ഒരു കാര്യം, ആ പണം എന്റേത് തന്നെയാ. അതെ, അതാണ്ടവൻ തണ്ടി അടിച്ചു മാറ്റിയതുവാ. മോൾ അനിമൽ പ്ലാന്റ് കാണാറില്ലേ?
മൂരി നിവർക്കണ സിംഹം സട കുടയുമ്പോ കുറച്ച് പൂട തെറിച്ചു പോകും. ആ വിലയെ ഈ കാശിന് പണിക്കിറക്കുള്ളൂന്ന് അവനെ കാണുമ്പോ പറഞ്ഞേക്ക്. എവനെ ആണ്ടവനെ. താൻ ഇങ്ങനെ ഒന്നിൽ പെട്ടുപോയതില്ല എനിക്ക് അത്ഭുതം. ഒരു ദിവസം രാവിലെ വീടിന്റെ മുന്നിൽ ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ഡിപ്പാർട്ട്മെന്റിനെ കബളിപ്പിച്ച് വഴിവിട്ട് സ്വത്ത് സമ്പാദിച്ച് താൻ വീട്ടിനുള്ളിൽ ഒളിപ്പിക്കുകയായിരുന്നുവെന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഫലത്തിൽ പ്രൈമറി എവിഡൻസസ് ആർ അഗെയിൻസ്റ്റ് യു. ആ CI സദാശിവനെ സൂക്ഷിക്കണമെന്ന് ഞാൻ വാൺ ചെയ്യുന്നതല്ലേ. എനിവേ CIയുടെ ഭാഗത്തു നിന്നും തനിക്കെതിരെ ഇങ്ങനൊരു ആക്ഷൻ ഉണ്ടായ സ്ഥിതിക്ക് എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല. യെസ്, ഒരു സസ്പെൻഷൻ. അന്വേഷണ വിധേയമായി താൻ കുറച്ചു കാലം മാറി നിന്നേ പറ്റൂ. മേ ബി, ബട്ട് ഐ ആം ഹെൽപ്ലെസ്. പണ്ട് സ്കൂളിലുണ്ടായിരുന്ന മുരുകനാണ് ഈ പറയുന്ന ആണ്ടവനെന്ന് CI പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ അയാളെ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ഒരു നിഴല് പോലെ എന്റെ കൂടെ അയാളുണ്ട്. സഹായിക്കാനാണോ ഉപദ്രവിക്കാനാണോ ഒന്നും എനിക്കറിയില്ല. ആഫ്റ്റർ ഓൾ ആ പണം പണിക്കരുടേതാണെന്ന് അയാൾ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞതാ. തന്റെ നിരപരാധിത്വം താൻ തന്നെ തെളിയിക്കണം. തനിക്കതിന് പറ്റും. തനിക്കേ അതിന് കഴിയൂ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇതിങ്ങനെ തിരിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പോലീസിന് വേണ്ടി ഒരു കള്ളന് ചെയ്യാൻ പറ്റാവുന്ന ഒരു സഹായം അത്രേ കരുതിയുള്ളൂ. അതുകൊണ്ടൊരു പാവം എസ്ഐയുടെ പണി വെള്ളത്തിലായി. പത്രത്തില് വെണ്ടയ്ക്കക്ഷരത്തിൽ ഇങ്ങനെ കിടക്കയല്ലേ. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോ വഴിവിട്ട് സമ്പാദിച്ച ലക്ഷങ്ങൾ മേലുദ്യോഗസ്ഥന്റെ കുടുംബത്തിന് മേൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച എസ്ഐക്ക് സസ്പെൻഷൻ. എഴുന്നേറ്റിരുന്ന് വായിക്കാൻ പറ്റാത്തത് ബാക്കി. ഇല്ലെങ്കിൽ തളർന്നു കിടക്കുന്ന ഗംഗാരം പോലീസ് തട്ടിപ്പോയെന്നെ. എന്നിട്ട് ഇൻസ്പെക്ടർ എവിടെ? ഇവിടെ അങ്ങോട്ട് തിരക്കുള്ള ദിവസങ്ങളല്ലേ. കോടതി പോണം, വാദിക്കണം, ആ പണം സ്വന്തമല്ലെന്ന് തെളിയിക്കണം. പണി കിടക്കണേ ഉള്ളു മോനെ. ഇങ്ങനെ കണക്കിപ്പെടാത്ത പണമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു 10 കെട്ട് ഞാൻ എടുത്ത് മാറ്റിയനെ. നമ്മുടെ കള്ളുകൂടിയിടയ്ക്ക് ഒരു സ്മോൾ ക്ലൂ എനിക്ക് തരായിരുന്നില്ലേ കള്ള. ഇനി ആണ്ടവൻ ഈ വീടിന് മുകളിലാണ് താമസമൊന്നും കൂടെ അറിയണം. സസ്പെൻഷൻ ഡിസ്മിസലാവും. അതിനു മുമ്പ് എന്നെ കൂടെ ഒന്ന് മോട്ടിക്കാൻ പഠിപ്പിക്കണേ എന്റെ ആണ്ടവാ. വല്ല ഓസിനുള്ളിലൂടെ ഇറങ്ങാനോ മറ്റോ. ജീവിക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. അത് സാരമില്ല, അപസ്മാരം ഇടയ്ക്ക് വരണതാ. ഞാൻ ഇന്നിവിടെ അഡ്മിറ്റ് ചെയ്ത പേഷ്യന്റ് ഗംഗാധരന്റെ മകളാ. ഓ, ഇൻസ്പെക്ടർ. അച്ഛനിപ്പോ ഈസ് ക്വൈറ്റ് നോർമൽ നൗ. ഫിക്സിന്റെ കൂടുതൽ ചെറിയൊരു അറ്റാക്കും ഏതാനും സമയത്ത് കൊണ്ടുവന്ന് നന്നായി. ഇവിടേക്ക് പേഷ്യന്റിനെ കൊണ്ടുവന്ന ആൾ നിങ്ങളുടെ ബ്രദറാണോ? കൊണ്ടുവന്നത് നോട്ട് ദാറ്റ് ഗൈ. കുറച്ചുകൂടി തടിച്ച് ഉടനെ കുറച്ച് മരുന്ന് എത്തിക്കാൻ പറഞ്ഞിരുന്നു. കൊണ്ടുവരുമ്പോ അകത്ത് കൊടുത്തോളൂ. ഓക്കെ. ചന്ദ്ര, എന്നോട് ചെയ്യരുത്, ഞാൻ പറയാം. നമസ്കാരം. ഇൻസ്പെക്ടർ സാർ ക്ഷമിക്കണം, ഞാൻ പോവാ. സാറിന്റെ മാനം രക്ഷിക്കാൻ പിടി തരണമെന്ന് മോഹമുണ്ട്. പക്ഷെ തറവാട്ടിലെ ഗോതമ്പുണ്ടയും കഴിച്ചു കിടക്കാൻ സമയായിട്ടില്ലേ. കുറച്ച് പണികള് ബാക്കിയുണ്ട്. അത് ചെയ്ത് തീരുമ്പോ സാറിന്റെ പോയ പണി തിരിച്ചു കിട്ടും. പഴയ മുരുവിന് വേണ്ടി ഇത്തിരി കോളം ക്ഷമിക്കുക. ഗുഡ് ബൈ ആണ്ടവൻ. പടച്ചോനെ, ഇതാര് വന്നിരിക്കുന്നു നോക്കിയേ. എല്ലാരും ഇങ്ങോട്ട് വന്നേ. ഒരു വാക്ക് ഞങ്ങളോട് പറയാതെ കാര്യം പറ്റിച്ചല്ലേ. ഒന്നിങ്ങോട്ട് മാറിക്ക, ഞങ്ങളൊന്ന് കാണട്ടെ. നാരായണൻകുട്ടി,
ഇനിയിപ്പൊ അക്കരെ അക്കരെ നാശം തീർക്കേണ്ട കാര്യമില്ലല്ലോ. ആ കടയും വീടും ഒന്നാക്കിയിട്ട് ഇവിടെ അങ്ങോട്ട് കൂടിക്കോ. നന്നായി സർ. പോലീസുകാർ പെണ്ണുങ്ങൾ വരണ്ടിട്ടാ. നീ അപ്പുറത്തേക്ക് എന്താ പേടിക്കണ്ട. സസ്പെൻഷനിലിരിക്കുന്ന പോലീസ് ഓഫീസർക്ക് റെയ്ഡ് ചെയ്യാനുള്ള അധികാരം ഒന്നുമില്ല. പിന്നെന്താണാവോ ഇവിടെ നല്ലൊരു ചടങ്ങ് നടക്കുന്ന സമയോ? ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. നിങ്ങളാരും ആണ്ടവനെ കാണിച്ചു തരില്ലെന്ന് എനിക്കറിയാം. ഇത്രയും കാലം എന്നെയും കുടുംബത്തെയും പറ്റിച്ച് എന്റെ വീട്ടിൽ കഴിഞ്ഞപ്പോഴും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയതാ നിങ്ങളുടെ ആണ്ടവൻ. പക്ഷെ അവസാനം എന്റെ അച്ഛനെ രക്ഷിക്കാനും ആള് തന്നെ വേണ്ടി വന്നു. അതിനൊരു താങ്ക്സ് പറയാൻ വന്നതാ. വരുമ്പോ അറിയിച്ചാ മതി. എന്ന് പോട്ടെ. അതെന്ത് പോക്കാണ്? തല്ലാനും കൊല്ലാനും തെരുവിളിക്കാനല്ലാതെ പോലീസുകാരും ചെയ്തിട്ട് വരാറില്ല. ആദ്യമായിട്ട് ഒരാൾ സ്നേഹം പറയാൻ വന്നത്. അപ്പൊ വെറുതെ തിരിച്ചു പോയതാ. നാളെ എന്റെ പെങ്ങളുടെ നിക്കാഹാണ്. അപ്പൊ ഇത്തിരി നെയ്ച്ചോറ് കഴിച്ചിട്ട് പോയാ മതി. ഓ ഒന്നും പറയണ്ട, അടുത്ത മന്ദിരിലിരിക്ക. അതുപോലെ സാറ് അവിടെ ഇരുന്നാട്ടെ. ശരി. എന്താ പാട്ടും കൂത്തൊക്കെ അവസാനിപ്പിച്ച സാറിപ്പോ നമ്മുടെ ആളാ. ഏതായാലും നിന്നെ കാണണ്ട. നന്ദി പറയാൻ വന്നതിന്റെ ത്രില്ല് പോകും. ഇന്നാ നിന്റെ നമ്പർ നടക്കണം. പുഞ്ചിരി തൂകും തേനിളം കെസ്സും പാടും. പൂനില പുഞ്ചിരി തൂകും തേനിളം കെസ്സും പാടും. പാവാടക്കാരി എന്നെ മറന്നോ? പാടത്ത് പാറി നടക്കും ചാഞ്ചാടും തുമ്പിയോടൊപ്പം പണ്ടൊക്കെ ഓടി നടന്നത് മറന്നോ? പൂനില പുഞ്ചിരി തൂകും തേനിളം കെസ്സും പാടും. പാവാടക്കാരി എന്നെ മറന്നോ? വർഷങ്ങളനവധി ചീറിപ്പാഞ്ഞു പോയപ്പോൾ 17 തികഞ്ഞവളായി. വർഷങ്ങളനവധി ചീറിപ്പാഞ്ഞു പോയപ്പോൾ 17 തികഞ്ഞവളായി. അന്നൊക്കെ നിക്കാഹിനായി കൊതിച്ചു നാം. എന്നാലും അന്നതു കഴിഞ്ഞില്ല കരളേ. പൂനില പുഞ്ചിരി തൂകും തേനിളം കെസ്സും പാടും. പാവാടക്കാരി എന്നെ മറന്നോ? കൊതിച്ചതു നടന്നില്ല, വിധിച്ചതു നടക്കട്ടെ. വേറെന്തു വഴിയുണ്ട് പൊന്നേ? കൊതിച്ചതു നടന്നില്ല, വിധിച്ചതു നടക്കട്ടെ. വേറെന്തു വഴിയുണ്ട് പൊന്നേ? സുവർക്കത്തിലൊരു പക്ഷേ ഒരുമിക്കാൻ കഴിഞ്ഞാലോ അത് മതി ജീവിതം കരളേ. നിന്നുടെ കടമിഴി കണ്ടാൽ കരളിനകത്തോടവനമൊട്ട് കലവിര കൂട്ടണ കൽവിന. എന്താടാ എന്തിനാ നിർത്തിക്കളഞ്ഞത്? രാത്രി 10 മണി കഴിഞ്ഞ് മൈക്ക് സെറ്റ് വെച്ച് കൂത്താടാൻ നിനക്ക് മാത്രം പ്രത്യേക ലൈസൻസ് ഉണ്ടോ? സാറേ, ഒരു കല്യാണ വീടാകുമ്പോ പാട്ടും കൂത്തും ബഹളമൊക്കെ ഉണ്ടാവും. ന്യായം പറയുന്നതാ കഴിവറ മോനെ. നിന്റെ കൂടെ പ്ലീസ്, സൗണ്ട് പൊല്യൂഷന്റെ പേര് കുഴപ്പം വേണ്ട. ഇനി ഉണ്ടാവില്ല. ഓഹോ, അവധി ഇവിടെ ഉണ്ടായിരുന്നോ?
കൊള്ളാം. പകൽ മുഴുവൻ പോലീസ് പണി, രാത്രി കണ്ട തെരുവുതണ്ടികൾക്കൊപ്പം കൂത്താട്ടം. മതി, നിന്റെ സസ്പെൻഷൻ ഡിസ്മിസിലാക്കാൻ ഇതൊക്കെ എനിക്ക് ധാരാളം മതി. കൗണ്ട് ഡൗൺ തുടങ്ങിക്കോ നീ. എന്തത് കറിക്കരിയ ജോറായിണ്ട് മോനെ. എന്തൊരു സുഖം, എന്തൊരു സുഖം. അനങ്ങാണ്ടേക്ക് വയസ്സാങ്കാലത്ത് വേണ്ടത്ര പേശിവലം പോരെന്ന് തോന്നിയപ്പോ അവനവന് തീരുമാനം മറ്റുള്ളവരെ തിരുമിക്കാനും വേണ്ടി നിന്റെ തണ്ടപ്പടി കെട്ടിപ്പോക്കി ഈ സ്ഥാപനത്തില്. നേരം കെട്ട നേരത്ത് നീ നടത്തുന്ന ഈ പരിപാടി കൊള്ളാം. ഈ പെമ്പിള്ളേരെല്ലാരും കൂടി അമർത്തി തിരുമ്പി ഉടച്ചു വെച്ചിരിക്കുന്ന നിന്റെ മസില് മുഴുവനെ കൂടുതൽ ഇളക്കി വേദനിപ്പിക്കല്ലേ. നിങ്ങളൊന്ന് മാറിയിരുന്ന പെങ്ങന്മാരെ, ഇവരൊന്ന് ഫ്രീ ആയിക്കോട്ടെ. നീ ആ ചേരിയിൽ വന്നിട്ട് എന്തിട്ടാ പറഞ്ഞ മോനെ? 10 മണിക്ക് ശേഷം മൈക്ക് സെറ്റ് പാടില്ല. അർദ്ധരാത്രി കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ വന്ന് ഞെക്കി കളിക്കാം. അതിന് നിയമ തടസ്സമില്ല അല്ലേ? അതേടാ, എനിക്കൊരു നിയമത്തിന് തടസ്സമില്ല. അധികം തണ്ടു വേണ്ട, അടിച്ച് നിന്നെ തൊണ്ടലോടിക്കും ഞാൻ. സ്വന്തം ഡ്യൂട്ടി നന്നായി ചെയ്തൊരു പാവ പെൺകുട്ടിയുടെ ജോലി നീ കളഞ്ഞു. മര്യാദ വേണ്ട എന്റെ സദാശിവ, നിന്നെ ഒരു അമ്മ പറ്റതല്ലേ, അല്ലാതെ പണിക്കരെ രോമത്തിന്ന് ക്ലോണിങ് നടത്തിയിട്ടുണ്ടായതല്ലോ. എടാ നായിന്റെ മോനെ, ഞാനും നീയും കൂടി നടത്തുന്ന ഈ നായകനും വില്ലനും കളിയുണ്ടല്ലോ, ഇനി അധികം നേരമില്ല. ഇവിടെ അങ്ങോട്ട് തൃശ്ശൂപൂരം വെടിക്കെട്ടന്റെ കൂട്ടപ്പുറച്ചിൽ പൊട്ടണ പോലെ പൊട്ടിയില്ലെങ്കിലേ കണ്ടിരിക്കുന്നവർക്ക് ഒരു രോമാഞ്ചം ഉണ്ടാവില്ല. മുരുകൻ ഇടിയുടെ ഹരിശ്രീ തുടങ്ങിയതേ നിന്റെ മോന്തക്കിട്ട് പൂശിട്ട് തന്നെയാ. ആണ്ടവന്റെ ഭാഷയെ പറഞ്ഞ കൊണ്ടോറത്തല്ലിന്റെ ഇടിശ്രീ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തുടങ്ങാൻ പോവാ. ഇവനെ തിരുമ്പടി. ഇത് താണ്ട പോലീസ്. ആണ്ടവാ, ഇനി കക്കുമ്പോ നീ വണ്ടിക്കൊരു മോട്ടോർ വെച്ചതാ. നിന്നെയും വെച്ച് തള്ളി തള്ളി വയ്യാണ്ടായി. പതുക്കെ പറ പന്നി. ദേ വല്ല പശുവെന്നാ പോത്തുന്നോ വിളിച്ചോ, പന്നി നമുക്ക് ഹറാമാ. വെറുതെ മതവികാരം പിടിച്ച് കുലുക്കല്ലേ. ആണ്ടവോ, എന്താടാ ഈ സർക്കാരും ജീവിതക്കെന്താ വിലാസിന്റെ വിറ്റിക്കാര്യം? കച്ചവടം ഹോൾസെയിൽ ആക്കിയിട്ടുണ്ടാവും അല്ലേ? മായൻകുട്ടി, എന്തേ ഈ പണിക്കര് സാറ് നമ്മുടെ എഞ്ചിനീയറിനെ ഇത്രയും സൽക്കരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യമില്ലാതിരിക്കോ? ഇല്ല. അന്നോ വണ്ടി വിടുമായില്ലേ? എവിടെ ആണ്ടവൻ? അറിയില്ല സാറേ. വണ്ടിയിൽ എനിക്ക് ഉന്തി നടന്നത് നിനക്ക് അറിയില്ലല്ലേ? ചവിട്ടി പൊളിക്കാൻ വണ്ടി. അയ്യോ, അതെന്റെ കല്യാണം സാർ. എന്തിനാണ് പനി? നിനക്ക് സർക്കാർ ചെലവിൽ ചോറ് തന്നെ തരാം. സാറേ, ഇതിനകത്ത് ആരില്ല. പറയടാ, എവിടെ ആണ്ടവൻ? അറിയില്ല സാറേ, അറിയില്ല. എന്താ പണിക്കര് സാറ് മൊയിലാളിയായിട്ടുള്ള ഏർപ്പാട്? ഇപ്പൊ വരാട്ടോ. നമസ്കാരം. ഇവനെ പോലീസിൽ ഏത് ഏമാന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഈ മുറ്റത്ത് കൊണ്ടിടുന്നത്. പണിക്കര് മുതലാളിയും ഈ എഞ്ചിനീയറും കൂടി നാടിനെയും നിയമത്തെയും പറ്റിക്കണ ചില്ലറ തോന്നിയാസങ്ങളൊക്കെ ഒപ്പിച്ചു വച്ചിട്ടുണ്ട്. അതിന് എന്തൊക്കെയാന്ന് ഇവനോട് ചോദിച്ച് സാറുമാര് ബുദ്ധിമുട്ടണ്ട. ഞാൻ പറയാം, സത്യം മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ ഇത്തിരി പണിയെടുത്തു. ചെയ്തത് തെറ്റാണെങ്കിൽ അതിനാദ്യം മുൻകൂർ ജാമ്യാപേക്ഷ. നമ്മുടെ ടൗണിൽ നിന്ന് 10-40 കിലോമീറ്റർ അപ്പുറത്ത് ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് പണിക്കര് മുതലാളി നടത്തുന്ന ഒരു ശുദ്ധജല വിതരണ സ്ഥാപനം ഉണ്ട്. ഈ നാറിയെയും കൂട്ടി ഏമാമാര് അങ്ങോട്ട് ചെല്ല്. അയ്യോ, കാഴ്ചയിൽ ഒരു പരോപകാര സ്ഥാപനം. അകത്ത് കിടന്നാലും സാറുമാർക്ക് കുഴപ്പം തോന്നണമൊന്നും കാണില്ല. പക്ഷെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, പണിക്കാർക്കൊക്കെ ഒരു ഗുണ്ടകളുടെ മുഖച്ഛായ കാണും. ടാങ്കർ ലോറിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യണ പൈപ്പുകൾക്ക് ഇടയ്ക്ക് ഒരു പൈപ്പ്, അത് ഏതാണെന്ന് നമ്മുടെ എഞ്ചിനീയർ സാറിന്റെ 3 hour നോക്കിയൊന്ന് ചാമ്പ്യ ആള് കാണിച്ചു തരും. നാട്ടുണ്ടാവും സാറേ, ഒഴുകി വരുന്ന നല്ല അസ്തല് സ്പിരിറ്റ് അല്ലേ? ഇത് എവിടെന്നാന്ന്? പുറത്തിറങ്ങി ആ കോമ്പൗണ്ട് ഒന്ന് കിളച്ച് മറച്ചു നോക്ക് സാറേ.
അതെ, നമ്മുടെയൊക്കെ വീടുകളിൽ ഫോണും ഇന്റർനെറ്റും എത്തിക്കുന്ന ഈ കളർ കോയിലുകളുണ്ടല്ലോ, ഒപ്റ്റിക്കൽ ഫൈബർ, അതിന്റെ കൂട്ടത്തിൽ ഒരു ചാരായ കോയിലും കൂടി കടത്തി വിട്ടാ ഒടയ തമ്പുരാന് പോലും പിടിക്കാൻ പറ്റില്ലെന്ന് പണിക്കര് മുതലാളിക്ക് അറിയാം. തമിഴ്നാട്ടിൽ നിന്ന് ചെക്ക് പോസ്റ്റ് വഴി കടന്നു വരുന്ന സ്പിരിറ്റ് വണ്ടികളെ കൈയോടെ പിടിക്കാൻ ലക്ഷക്കണക്കിന് കൊതുകിനെയും കൊന്ന് നമ്മുടെ പാവം പോലീസുകാർ ഉറക്കൊളിച്ച് കുത്തിരിക്കുമ്പോ അവരുടെ ആസനത്തിനടിയിലൂടെ ഒഴുകി പോവല്ലേ ലിറ്റർ കണക്കിന് ഇന്റർനെറ്റ് ചാരായം. ആ ദിലീപ് പറയുന്ന പോലെ നമ്മുടെ നാട് ഹൈടെക് ആവില്ലെന്ന് വെറുതെ പറയടൂ. ഒടുക്കത്തെ ഹൈടെക്കാ സാധനം. വിനായകനെ വിനയ് തീർപ്പവനെ ഉമാനിധിയെ ഗുരുവേ ശരണം. புரியல? வைப்பின தலை தமிழ்நாடு போர்டு வந்தாச்சு. இனி கொஞ்சம் தமிழ்ல பேசலாம். அப்படியே ஸ்ட்ரெயிட்டா போங்க சார். அப்ப பார்க்கலாம் ஒரு பழசு கட்டிடம். அதுக்குள்ள அவன் இருக்கு. யாரு? ஐயங்கார். பெரிய திருட்டு. அச்சோ, பெரிய ஸ்பிரிட் ராசா ஸ்ரீனிவாஸ் ஐயங்கார். கடவுளே, காப்பாத்துங்க. സർക്കാരിനെ വഞ്ചിച്ച് സ്പിരിറ്റ് കടത്തിയതിന് നിങ്ങൾക്കെതിരെ അറസ്റ്റ് വാറന്റുണ്ട്. സോറി സദാശിവൻ, കുറ്റവാളികളോടെല്ലാം പോലീസിന് ഒരേ രീതിയിൽ പെരുമാറാൻ പറ്റും. കമാ. കൊള്ളാം. യൂണിഫോം ഇല്ലെങ്കിലും പോലീസ് കളിക്കാവും നീ പ്രൂവ് ചെയ്തു. നന്നായി. പക്ഷെ പണിക്കര് തിരിച്ചു വരും, പോകുന്നതിനേക്കാൾ വേഗത്തിൽ. നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചവനുണ്ടല്ലോ, സാക്ഷാൽ ആണ്ടവൻ. നീ നിന്റെ തന്തയും വാരിക്കെട്ടി ഏതെങ്കിലും കാട്ടുമൂലയിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നതിന് മുമ്പ് നീ അവന്റെ 16 അടിയന്തരം ഉള്ളും. മുറിയിലേക്ക് വരുമ്പോൾ ഡോർ നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടില്ലേ? സോറി മിസ്റ്റർ സദാശിവൻ, നേരിട്ട് കൈമാറാൻ SP എന്നെയാണ് ഏൽപ്പിച്ചത്. കാവുങ്കൽ പരമേശ്വര പണിക്കരുടെ മകനും സർക്കിൾ ഇൻസ്പെക്ടറുമായ സദാശിവൻ അച്ഛന്റെ സ്പിരിറ്റ് കടത്തിന് കൂട്ടുനിന്നു. നൗ യു ആർ അണ്ടർ സസ്പെൻഷൻ. അഹങ്കാരത്തോടെ എടുത്ത് തലയിൽ അണിയാൻ എനിക്ക് തൊപ്പി തിരിച്ചു കിട്ടി. അപ്പോഴേക്ക് സാറിന് ദൂരി താഴെ വെക്കാറായി. ഈ യൂണിഫോം എടുത്ത് അണിയുമ്പോ വാക്കിലും നോക്കിലും പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് സർ. പക്ഷെ നാക്കെടുത്ത് വളച്ച തന്റെ നാവിൽ കുളിച്ചത് നാറിയത് മാത്രമേ വരൂ. അല്ലാതാവണമെങ്കിൽ പണിക്കരെ പോലൊരു തന്തയ്ക്കല്ല, മക്കളെ നന്നായി വളർത്താൻ അറിയാവുന്ന നല്ല തള്ളക്കെങ്കിലും ജനിക്കണം. പോലീസ് പണി ആണുങ്ങൾക്ക് മാത്രം ഉള്ളതല്ല സർ. അതിന് വേണ്ടത് കൈക്കരുത്തുമല്ല, സത്യസന്ധത, ആത്മാഭിമാനം. അറിയാം, ഈ ഓർഡർ മേലാവിൽ നിന്ന് പിൻവലിപ്പിക്കാൻ നിങ്ങൾക്ക് അധികം നേരം വേണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത്ര നേരമെങ്കിലും തലയിൽ നിന്ന് തൊപ്പിയൊരു താഴെ വെക്കാനുള്ള മര്യാദ കാണിക്കണം മിസ്റ്റർ. ഒരിക്കൽ നിങ്ങൾ സംശയിച്ചത് ശരിയാ. ഇതിനൊക്കെ സഹായിച്ചത് ആണ്ടവൻ തന്നെയാ. ഈ തൊപ്പി തിരികെ തലയിലെടുത്ത് വെച്ചപ്പോ ഒറ്റ മോഹമേ തോന്നിയുള്ളൂ. ഒരു തവണയെങ്കിലും ആണ്ടവൻ എന്ന മുരുകനെ നേരിൽ കാണണം. പറ്റുമെങ്കിൽ ഒന്ന് സല്യൂട്ട് ചെയ്യണം. നിങ്ങളെ കാണുമ്പോഴെല്ലാം നെറ്റിയിലെടുത്ത് വെച്ച ഈ നാണം കെട്ട കൈക്ക് അങ്ങനെയെങ്കിലും ഒന്ന് പുണ്യം കിട്ടിക്കോട്ടെ. ഇനി എന്തൊക്കെ ആഘോഷോട് വേണ്ടത് ഇങ്ങോട്ട് പറഞ്ഞാ മതി. നീ ഇവിടെ ഇങ്ങനെ ചടഞ്ഞിരിക്കാതെ ഒന്ന് എണീറ്റ് നമുക്കൊന്ന് പെരുപ്പിക്കാടാ. ആണ്ടവൻ അർമാദിക്കാൻ പോണ ദിവസം വരണേ ഉള്ളൂ. അതിനൊരാളെ കൂടി കൊണ്ടുവിടെ വരണം എനിക്ക്.
എന്റെ അമ്മയെ അതിനുള്ള അന്വേഷണത്തിലായി. അതിന് നീ മാത്രമല്ല ഞങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ തൽക്കാലം ഇപ്പൊ ജയിച്ചെന്താവട്ടെ. ഇത് പാടാ. പണിക്കരെ ഉങ്ങളെ നമ്പിത്താ ഞാൻ എന്താ സ്പിരിറ്റ് ബിസിനസ്സിൽ വന്നത്. ഇനി എന്നമോ നടക്ക പോവുത്. കടവുളെ ഞാനും ഉള്ള പോവേണ്ടി വരുമാ. താൻ ഉള്ളാനും പോണ്ട തള്ളാനും പോണ്ട, സ്വസ്ഥമായിട്ട് അകത്ത് കിടക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഈ പണി തുടങ്ങുമ്പോ പണിക്കർക്ക് ഈ സന്നാഹം ഒന്നും ഇല്ലായിരുന്നു. ഇന്റർസ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൽ ചെക്ക് പോസ്റ്റ് കടന്നു പോരുമ്പോ 2 കയ്യിലും ഓരോ ക്യാൻ സ്പിരിറ്റ്. അഥവാ പിടിച്ചാൽ സ്വന്തമല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ എളുപ്പം. അങ്ങനെയല്ലേ പറയേണ്ടത്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാ ഇപ്പോഴുള്ളതെല്ലാം. ഒരു ദിവസം കൊണ്ട് അതിന്റെ അടിത്തറ ഇളക്കാൻ പറ്റില്ല അയ്യങ്കാരെ. നീങ്ക ജാമ്യത്തിൽ ഇറങ്ങി തെരിഞ്ഞാ അവാന്ത ആണ്ടവാ അടങ്ങിയിരിക്കുമാ. അടക്കിയിരുത്തും ഞാൻ. ഇനി ഒരിക്കലും എണീക്കാൻ പറ്റാത്ത വിധത്തിൽ അടക്കി കിടത്തും ഈ പണിക്കര്. ആണ്ടവനെ മാത്രമല്ല, എന്താ എന്താ ചാക്കും കെട്ടില് വല്ല വഴിപാട് പോവും. പറയുമ്പോളെ അമ്മേ വൈകുട്ടി, എന്റെ അമ്മയാ. എന്നെ കാണാൻ വന്നതാ. അമ്മേ, എന്റെ അമ്മയെ കണ്ടോ? അമ്മേ, ഞാൻ 12 വയസ്സിൽ വിട്ടിട്ട് പോന്നതാടാ. അമ്മേ, അയ്യോ അമ്മേ, അയ്യോ. സ്വാഗതം. സാക്ഷാൽ ആണ്ടവന് സ്വാഗതം. ഒരേ തമ്പുരാൻ എപ്പോഴും പണിക്കരോടാ ദയ. അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റ് അരിമുറുക്കും പക്കോടയും വിറ്റോണ്ട് നടന്നിരുന്ന നിന്റെ തള്ള ഭവാനിയെ എന്റെ മുന്നിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തി തരണോ? ഉള്ളു പുതിലിച്ച് നിന്റെ പുന്നാരത്തള്ള താഴെ വീഴാൻ ഒറ്റ ചവിട്ട് തന്നെ ധാരാളം മതിയായിരുന്നു. ഒറ്റ ചവിട്ട്. ഒരുപാട് തവണ നീ ഞങ്ങളുടെ നെഞ്ചത്തേക്ക് കുട്ടിച്ചാക്കില് സമ്മാനം തന്നതാ. അപ്പൊ ഒരു തവണയെങ്കിലും തിരിച്ചു തരണ്ടേ ആണ്ടവ? അതല്ലേ ഒരു നാട്ടു നടപ്പ്. വെട്ടിക്കൊല്ലടായി നായിന്റെ പോലെ.
കാണ്, എന്റെ അമ്മയുടെ നേരെ പൊങ്ങിയ നിന്റെ ഈ മകന്റെ കാല് ഞാൻ ഇങ്ങോട്ട് എടുക്കാം. ഇനിയുള്ള കാലം മുഴുവൻ ഇവൻ ഇറങ്ങി ജീവിക്കണത് കാണണം നീ. വേണ്ട, പ്ലീസ്. ആ പോയ ആണ്ടവനാട മക്കളെ ഇന്ന് മുരുകനായി തിരിച്ചു വരണത്. ഇനിയുള്ള കാലം മുഴുവൻ നമ്മുടെ സന്തോഷത്തിൽ കൊട്ടിയും പാടിയും കൂടെ ചിരിക്കാനും വിളിച്ചാൽ വിളിപ്പുറത്തെത്താനും ആ ആണ്ടവനില്ല. പകരം മുരുകൻ, മുരുകൻ മാത്രം. ആ മുരുകനാടാ പിള്ളേരെ ഇനി നിങ്ങളുടെ മാതൃക. നിക്കണോടെ തള്ളി വിട മക്കളെ നമ്മുടെ വണ്ടി.